നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന് നമുക്ക് നോക്കാൻ ഉദ്ദേശിക്കുന്നത് ആർക്കിടെക്ചറൽ മോഡലിംഗ് എന്ന് പറയുന്ന സാധനമാണ്. ആർക്കിടെക്ചറൽ മോഡലിംഗ്. ഈ ആർക്കിടെക്ചറൽ മോഡലിംഗ് എന്ന് പറയുന്നതുകൊണ്ട് ഒബ്ജക്ട് മോഡലിംഗ് എന്ന് രണ്ട് കൺസെപ്റ്റാണ് ഇന്ന് വരുന്നത്. അപ്പൊ ആർക്കിടെക്ചറൽ മോഡലിംഗ് എന്ന് പറയുമ്പോഴത്തേന് in that modeling almost all topics that we have studied comes. അതായത് ഫസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ്, ക്ലാസ്, ഇൻഹെറിറ്റൻസ്, പാക്കേജ്, അബ്സ്ട്രാക്ട് ക്ലാസ്, ഇതുപോലത്തെ അബ്സ്ട്രാക്ട് ക്ലാസ്, ഇന്റർഫേസ്, എല്ലാ വിധത്തിലുള്ള ഇൻഹെറിറ്റൻസുകളും ഈ പറയുന്ന എല്ലാ കൺസെപ്റ്റും പ്ലസ് പിന്നെ നമ്മൾ രണ്ടാമത് വരച്ചിരിക്കുന്ന ബിഹേവിയറൽ ഡയഗ്രാം, പിന്നെ സ്ട്രക്ചറൽ ഡയഗ്രാം, സീക്വൻസ് ഡയഗ്രാം, ആക്ടിവിറ്റി ഡയഗ്രാം, കൊളാബറേഷൻ ഡയഗ്രാം, ഇന്ററാക്ഷൻ ഡയഗ്രാം, ഇന്ററാക്ഷൻ, യൂസ് കേസ് ഡയഗ്രാം, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ഒന്നിച്ചു വരുന്ന ഒരെണ്ണമാണ് ആർക്കിടെക്ചറൽ ഡിസൈൻ. അതായത് ആർക്കിടെക്ചറൽ ഡിസൈൻ സിംപ്ലി മീൻസ് ദ ഡിസൈൻ ഓഫ് ദി എൻറ്റയർ ആർക്കിടെക്ചർ. അപ്പം അതിനകത്ത് there is static, functional, dynamic, non-functional. ഈ ആസ്പെക്ട് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. So we have to revise the whole thing in order to understand what architecture modeling is. അപ്പൊ നമ്മൾ റിവൈസ് ദ ഹോൾ തിങ് എന്ന് പറയുമ്പോഴാണ് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, എവരിതിങ് ഈസ് ഒബ്ജക്റ്റ് എന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇതിനകത്ത് വരുന്ന രണ്ട് മൂന്ന് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ഫിഗർ വരയ്ക്കുമ്പോൾ, ആ ഫിഗർ ഞാൻ കാണിക്കാം, ഫിഗർ വരയ്ക്കുമ്പോൾ ആ ഫിഗറിനകത്ത് ജനറലൈസേഷൻ, അഗ്രിഗേഷൻ, ഇങ്ങനെ രണ്ട് മൂന്ന് കൺസെപ്റ്റ്. ജനറലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേന് ഒരു ഇൻഹെറിറ്റൻസിൽ ഒരു ബേസ് ക്ലാസ് ഉണ്ടെങ്കിൽ ആ ബേസ് ക്ലാസ്സിന് ഡിറൈവ്ഡ് ക്ലാസ് വന്നാൽ ദാറ്റ് ബേസ് ക്ലാസ് ഈസ് എ ജനറലൈസേഷൻ ഓഫ് ഡിറൈവ്ഡ് ക്ലാസസ്. അപ്പൊ ഇതിനകത്ത് 4 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസിനെ പറ്റിയുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. 4 ടൈപ്സ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻഹെറിറ്റൻസ്, ഹയറാർക്കി ഇൻഹെറിറ്റൻസ്, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്, ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഈ ഇൻഹെറിറ്റൻസുകളെ പറ്റി യു മസ്റ്റ് ഹാവ് എ തറോ അണ്ടർസ്റ്റാൻഡിങ്, only then you can draw the diagram. അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു പ്രോജക്റ്റ് കാണുന്നു. ഒരു പ്രോജക്റ്റ് കാണുമ്പോൾ യു ഹാവ് ടു ഐഡന്റിഫൈ ഈസ് ദർ എനി ബേസ് ക്ലാസ്. ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ ബേസ് ക്ലാസ് ആക്കണം. ദെൻ യു ഹാവ് ടു മേക്ക് ഡിറൈവ്ഡ് ക്ലാസ്സസ്. അപ്പം ഈ ഡിറൈവ്ഡ് ക്ലാസ്സസ് എ എന്ന് പറയുന്ന ഒരു ക്ലാസ് ബേസ് ആണ്, അതിന് ബിയും സിയും കാണും. ദെൻ ബിക്കും സിക്കും പിന്നെയും ഡിറൈവ്ഡ് ക്ലാസ് കാണും. അതുപോലെ തന്നെ സിക്കും ഡിക്കും കാണും. ഇങ്ങനെ ഒരു ലെവൽ ഓഫ് ക്ലാസ്സസ് താഴോട്ട് വരും. ഈ ലെവൽ ഓഫ് ക്ലാസ്സസ് താഴോട്ട് വരുമ്പോൾ ദേ ആർ കോൾഡ് മൾട്ടി ലെവൽ ക്ലാസ്സസ്. ദാറ്റ് ഈസ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ക്ലാസ്സസ് ആയി ഇങ്ങനെ വരും. ഇനി ഇതല്ലാതെ മോർ ദാൻ വൺ ബേസ് ക്ലാസ് വന്നിട്ട് ഒരു ഡിറൈവ്ഡ് ക്ലാസ് വരാം. മോർ ദാൻ വൺ ബേസ് ക്ലാസ് വന്നിട്ട് ഒരു ഡിറൈവ്ഡ് ക്ലാസ് വരാം. ദാറ്റ് ഈസ് കോൾഡ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. That is called multiple inheritance. അപ്പൊ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന് സെക്യൂരിറ്റി പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ ചില പർട്ടിക്കുലർ ലാംഗ്വേജസ്, ഫോർ എക്സാമ്പിൾ ജാവ ഒന്നും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആ ഫസ്റ്റ് ആർക്കിടെക്ചർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഫസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ ക്ലാസ്സസ്. ഏതൊക്കെയാണ് ക്ലാസ്? ആ ക്ലാസ് വെച്ചാണ് യു ആർ ഗോയിങ് ടു മോഡുലറൈസ് ദ എൻറ്റയർ സിസ്റ്റം. ഒരു സിസ്റ്റത്തിനെ മൊഡ്യൂൾസ് ആക്കി മാറ്റുന്നത് ബേസ്ഡ് ഓൺ ദാറ്റ് ക്ലാസ്സസ്. അപ്പൊ ഏതൊക്കെയാണ് ക്ലാസ്സസ്? ആ ക്ലാസ്സസ് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ. ഫോർ ദാറ്റ് യു നീഡ് എക്സ്പീരിയൻസ്, ഓൾസോ യു നീഡ് എ തറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബേസിക് കൺസെപ്റ്റ്സ്. അപ്പോൾ ഇങ്ങനെ ക്ലാസ്സസിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യും. ക്ലാസ്സസിനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് യു ഹാവ് ടു ഡിഫൈൻ ഒബ്ജക്ട്സ്. എത്ര ഒബ്ജക്റ്റ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യും? നിങ്ങളിപ്പോൾ ഒരു വലിയ കോളേജിന്റെ ഒരു ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്ലാസ്സസ് അതിനകത്ത് വരും. ഫോർ എക്സാമ്പിൾ ലൈബ്രറി, ലാബ്, സ്റ്റുഡൻസ്, ഫാക്കൽറ്റി, പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് റൂം, കോളേജ് ഇറ്റ്സെൽഫ്,
പിന്നെ എന്താ പറയണ്ടേ, നോൺ ടീച്ചിങ് സ്റ്റാഫ്, ഇതെല്ലാം ക്ലാസ്സുകളാണ്. അപ്പൊ ഈ ക്ലാസ്സുകളെ എല്ലാം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഈ ക്ലാസ്സുകൾ ഫസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ കോളേജ് തന്നെ ഒരു എക്സാമ്പിൾ പറയാം. കോളേജ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കോളേജ് എന്ന് പറഞ്ഞൊരു ക്ലാസ്, പിന്നെ ലൈബ്രറി എന്ന് പറഞ്ഞൊരു ക്ലാസ്, പിന്നെ ഇതുപോലെ തന്നെ എന്താ പറയണ്ടേ, സ്റ്റുഡന്റ് എന്നൊരു ക്ലാസ്, ദെൻ ദർ കംസ് ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്. ഇങ്ങനെ ഒരുപാട് ക്ലാസ് വരും. അപ്പൊ ശ്രദ്ധിക്കുക, ഡിപ്പാർട്ട്മെന്റ് ക്ലാസ്, സ്റ്റുഡന്റ് ക്ലാസ്, ലൈബ്രറി ക്ലാസ്, ഇങ്ങനത്തെ ക്ലാസ്സുകളെല്ലാം ബേസ് ക്ലാസ് ആയ കോളേജിന്റെ ഡിറൈവ്ഡ് ക്ലാസ്സസ്. മോസ്റ്റ് പ്രോബബ്ലി, എപ്പോഴും ആണോന്നില്ല, ഡിറൈവ്ഡ് ക്ലാസ്സസ് ആയിരിക്കും. അവിടെ യു ഹാവ് ഐഡന്റിഫൈഡ് എ ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഇനി ദിസ് കോളേജ് ഈസ് possessed by or is affiliated to a university. അപ്പൊ യൂണിവേഴ്സിറ്റി ആൻഡ് കോളേജുമായിട്ട് ഒരു ഹാസ് റിലേഷൻ അവിടെ. യൂണിവേഴ്സിറ്റിയും കോളേജുമായിട്ട് ഒരു ഹാസ് റിലേഷൻ. ഈ കോളേജിന്റെ താഴെയായിട്ട് സ്റ്റാഫ് ഇവരെല്ലാം കൂടെ വരുന്ന ഒരു ഇൻഹെറിറ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഹയറാർക്കി ഇൻഹെറിറ്റൻസ് ഒരു തവണ കൊണ്ടുവന്നു. പിന്നെ ഒരു എന്താ പറയണ്ടേ, ഒരു ഹാസ് റിലേഷൻ, യൂണിവേഴ്സിറ്റിയും കോളേജും കൂടെ ഒരു ഹാസ് റിലേഷൻ വന്നു. അപ്പൊ മുകളിൽ ഒരു ഹാസ് റിലേഷൻ വന്നു, ഇവിടെ ഡിറൈവ്ഡ് ക്ലാസ്സസ്. അത് ഒരു സെറ്റപ്പ്. പിന്നെ ഇതല്ലാതെ കുറേ സ്റ്റുഡൻസ് കംസ് ടു എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ആ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് അസോസിയേറ്റ് ആയി. അപ്പൊ മോർ ദാൻ വൺ സൂപ്പർ ക്ലാസ്സസ് ആൻഡ് വൺ ഡിറൈവ്ഡ് ക്ലാസ്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇവിടെ നമുക്കിപ്പോ തന്നെ രണ്ട് ഇൻഹെറിറ്റൻസ് വന്നു, ഹയറാർക്കി ഇൻഹെറിറ്റൻസും മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസും നമ്മുടെ ഈ പ്രോജക്റ്റിൽ തന്നെ. ഇനിയിപ്പോ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാം മൾട്ടി ലെവൽ ഇപ്പം ഇതിനകത്ത് വരും. ക്ലാസ് വന്നു, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി വന്നു, കോളേജ് വന്നു, കോളേജിന് താഴെ സ്റ്റുഡന്റ് വന്നു, സ്റ്റുഡന്റിന് അങ്ങനെ താഴോട്ട് ഇപ്പൊ സ്റ്റുഡന്റ് എടുത്തിട്ടുള്ള ബുക്സ് ഉണ്ടെങ്കിൽ അതിന് താഴെ സ്റ്റുഡന്റ് താഴെ ബുക്സ് വന്നു. അപ്പോഴൊക്കെ ഇതിങ്ങനെ താഴോട്ട് വന്നു മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഈ ഹയറാർക്കി ഇൻഹെറിറ്റൻസ് പ്രോഗ്രസ് ചെയ്ത് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് ആവും. ഈ കോളേജ് എന്ന് പറയുന്നത് പൊസസ്ഡ് ബൈ എ യൂണിവേഴ്സിറ്റി, അവിടെ ഹാസ് എ റിലേഷൻ. പിന്നെ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു, ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ഒരു പർട്ടിക്കുലർ ലൈബ്രറിയോട് അറ്റാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റുഡൻസ് ഒരു പർട്ടിക്കുലർ റിസർച്ച് ഡിപ്പാർട്ട്മെന്റിനോട് അസോസിയേറ്റ് ചെയ്യുന്നു. അവിടെ എല്ലാം നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വന്നു. അപ്പൊ ഹയറാർക്കി ആയി, മൾട്ടിപ്പിൾ ആയി, പിന്നെ മൾട്ടി ലെവലായി. അപ്പൊ ഒരു വിധമുള്ള ഇൻഹെറിറ്റൻസ് എല്ലാം വന്നു, ഹാസ് എ റിലേഷനെ. ഇനി ഒരു കോളേജിന് വേണ്ടി വരുന്ന ആക്ടിവിറ്റീസ്, ലൈബ്രറിയുടെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. ഈ ലൈബ്രറിയുടെ ആക്ടിവിറ്റീസ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ലൈബ്രറി ജോയിൻ ചെയ്യുന്നു, ലൈബ്രറിയിൽ നിന്ന് റിട്രൈവ് ചെയ്യുന്നു. അപ്പൊ റിട്രൈവ് ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റ് നോക്കുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചേർന്നുള്ള ഫങ്ഷൻസും ക്ലാസ്സസും വന്നു. ജോയിൻ ചെയ്യാൻ ഒരു ക്ലാസ്, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് പോകുന്നുണ്ടെന്നെ അയാളെ റിമൂവ് ചെയ്യാൻ ഒരു ക്ലാസ്. അങ്ങനെ കുറെ ക്ലാസ്സസ് വന്നു. ഈ ക്ലാസ്സസിനെ എല്ലാം കൂടെ നമ്മൾ ലൈബ്രറി എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. മനസ്സിലായി? ലൈബ്രറി എന്ന് പറഞ്ഞൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ കോളേജ് ഒരു ഡെവലപ്മെന്റ് ഫേസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് പുതിയ ഡെവലപ്മെന്റ്സ് വരാനുണ്ട്. ആ കോളേജിലേക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ട്, ചിലത് റിമൂവ് ചെയ്യാനുണ്ട്. എന്നാൽ വി ആർ നോട്ട് specific. We are not going to give the details of that process. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നെയിംഡ് ഓപ്പറേഷൻസിനെ ഇന്റർഫേസ് ആയിട്ട് വെക്കും. ആ ഇന്റർഫേസിലെ മെത്തേഡ്സ് വി ഹാവ് ടു റീഡിഫൈൻ ഇൻ ലേറ്റർ കോൺട്രാക്ട് ക്ലാസ്സസ് എന്ന് പറയും. അതായത് അപ്പൊ അവിടെ ഇന്റർഫേസ് വന്നു. ഒരു ഇന്റർഫേസ്, ഒരു എക്സാമ്പിൾ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോ പറയാണ് സ്പോർട്സിന് വേണ്ടി ഒരു ക്ലാസ് ഉണ്ടാക്കി. അപ്പൊ ആ സ്പോർട്സിന് വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്യൂച്ചറിൽ നമ്മൾ ഇന്ന ഗെയിം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ NCC ഉണ്ടാക്കി, NCCക്ക് ഇന്ന ഫെസിലിറ്റീസ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ വി ആർ നോട്ട് തറോ വിത്ത് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഒരു ഇന്റർഫേസ് ഉണ്ടാക്കിയിട്ട് ഇൻ ദാറ്റ് ഇന്റർഫേസ് വി ഡിക്ലെയർ എ മെത്തേഡ് ആൻഡ് ദാറ്റ് മെത്തേഡ് ഈസ് ഡിഫൈൻഡ് ഇൻ അവർ ക്ലാസ്. അപ്പം മൊത്തത്തിൽ ഒരു ക്ലാസ്സും ഇതും വന്നു. പിന്നെ ഇന്റർഫേസ് പോലെ തന്നെ നമുക്ക് അബ്സ്ട്രാക്ട് ക്ലാസ്സും ഒരു ബേസ് ക്ലാസ്. എന്താണ് അബ്സ്ട്രാക്ട് ക്ലാസ് എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഈ എക്സാമ്പിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബേസ് ക്ലാസ് ആയിട്ട് ഒരു ഷേപ്പ്. അതിപ്പോ ഇതിനകത്ത് ആ ഷേപ്പിൽ നിന്ന് ഡിറൈവ് ചെയ്ത് സർക്കിളും വോളിയും ഇതും എല്ലാം കൂടെ കൊടുക്കുന്നു. അല്ലെങ്കിൽ അതെ, അപ്പൊ ഷേപ്പില് നിങ്ങളൊരു മെത്തേഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഏരിയ, പക്ഷെ അതവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ആ ക്ലാസ് എന്ന് പറയുന്നത്, ആ ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ് അബ്സ്ട്രാക്റ്റ് ആണ്. നമ്മുടെ കേസിൽ ഇവിടെ അബ്സ്ട്രാക്ട് വരാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയണ്ടേ,
ഒരു ബേസ് ക്ലാസ് ആയിട്ട് ഒരു എന്താ പറയണ്ട റിസൾട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബേസ് ക്ലാസ് വെച്ചു. റിസൾട്ട് എന്ന് പറഞ്ഞ ഒരു ബേസ് ക്ലാസ് വെച്ചിട്ട് ടോട്ടൽ മാർക്ക് കമ്പ്യൂട്ട് ചെയ്യാനും ഗ്രേഡ് കമ്പ്യൂട്ട് ചെയ്യാനുമായിട്ടുള്ള 2 ഫംഗ്ഷൻ എഴുതി ചുമ്മാ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്തു. കാരണം അവിടെ ഒന്നും ഇംപ്ലിമെന്റ് ചെയ്യത്തില്ല, കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റ് വേറെ വരുന്നില്ല. എന്നിട്ട് ആ റിസൾട്ട് ഡിറൈവ് ചെയ്തിട്ട് പറയുകയാണ് ഇലക്ട്രിക്കൽ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, ഇങ്ങനെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് നമ്മൾ ഇത് ഇൻഹെറിറ്റ് ചെയ്യുമ്പം അതാത് ഡിപ്പാർട്ട്മെന്റുകളിൽ വെച്ച് നമ്മൾ ആ റിസൾട്ട് ഡിഫൈൻ ചെയ്യും. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഇന്റർഫേസിൽ നിന്നുള്ള മെത്തേഡ്സിനെ നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്യും. അപ്പം നമുക്ക് അവിടെ ഒരു ഇന്റർഫേസ് അല്ല, നമ്മൾ ഒരു ഡിഫൈൻ ചെയ്യും. ഇതിന്റെ സബ് ക്ലാസ് ആണ്. അതായത് ജനറൽ റിസൾട്ട് ഒരു സൂപ്പർ ക്ലാസ്. ഈ ജനറൽ റിസൾട്ടിൽ നിന്ന് സബ് ക്ലാസ്സസ് വരിക. ഇപ്പം ഉദാഹരണം പറയാം, കമ്പ്യൂട്ടർ റിസൾട്ട്, ഇംഗ്ലീഷ് റിസൾട്ട്, മലയാളം റിസൾട്ട്, ഇലക്ട്രോണിക്സ് റിസൾട്ട്, ഇതെല്ലാം വേറെ വേറെ ആയിട്ട് വരികയാണ്. അപ്പൊ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ റിസൾട്ട് എന്ന് പറയുന്ന വെറുതെ കിടക്കുന്ന, അതായത് വെറുതെ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്ന ആ മെത്തേഡിനെ ക്ലാസ് കമ്പ്യൂട്ടർ റിസൾട്ട് എന്ന് പറയുന്നതിനകത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ മുകളിൽ കിടക്കുന്ന ക്ലാസ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്തായി? ദാറ്റ് ബിക്കംസ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. അപ്പം നമ്മുടെ മൊത്തം പ്രോജക്റ്റ് എടുക്കുമ്പം ഫസ്റ്റ് യു ഹാവ് ടു ഐഡന്റിഫൈ ക്ലാസസ്. ഈ ക്ലാസസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് യു ആർ ഗോയിങ് ടു ഐഡന്റിഫൈ ഓബ്ജക്ട്സ്. ഹൗ മെനി ഓബ്ജക്ട്സ് ആർ ദർ? പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കാണ്, ഈ ഓബ്ജക്ട്സ് തമ്മിൽ മെസ്സേജ് പാസ് ചെയ്യും. മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏതൊക്കെ ഓബ്ജക്ട്സ് തമ്മിൽ മെസ്സേജ് പാസ് ചെയ്യും, വിച്ച് മെക്കാനിസം ദേ ആർ യൂസിങ് ഫോർ പാസിംഗ് മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടോ. അതും കഴിഞ്ഞ് അപ്പൊ ക്ലാസ്സസ് ഇത് ചെയ്യും. ഇനി ഈ ക്ലാസ്സസിലേക്കുള്ള ഫങ്ഷൻസിനെ നമുക്കൊരു കോമൺ, എത്ര ക്ലാസ് ഉണ്ടെന്ന്, ഇത് ഈ ക്ലാസ്സസ് തമ്മിൽ വല്ല കണക്ഷനും ഉണ്ടോ നോക്കുമ്പോൾ കണക്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെയിൻ ക്ലാസ് ആയ കോളേജ് തന്നെ ലൈബ്രറി, സ്റ്റുഡന്റ്, ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനത്തെ ക്ലാസ്സുകളുടെ എല്ലാം സൂപ്പർ ക്ലാസ്. അപ്പൊ അവിടെ ഒരു ഇൻഹെറിറ്റൻസ് വന്നു. ഒരു എന്താ പറയണ്ടേ, ഒരു ഹയറാർക്കി ആകാം, അത് വേണമെങ്കിൽ ഒരു മൾട്ടി ലെവലാകാം. അങ്ങനെ ഒരു ഇൻഹെറിറ്റൻസ് വന്നു. പിന്നെ അങ്ങനെ ഇൻഹെറിറ്റൻസുകളെല്ലാം ഡിഫൈൻ ചെയ്തു. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കോളേജ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള റിലേഷൻ, അത് വേറൊരു പ്രത്യേക റിലേഷനാണ്. കോളേജ് സ്റ്റുഡൻസും ആയിട്ടുള്ള റിലേഷൻ അല്ല അവിടെ വരുന്നത്. യൂണിവേഴ്സിറ്റിയുടെ സബ് കോളേജിനെ പറയത്തില്ല, യൂണിവേഴ്സിറ്റി കോളേജിനെ പൊസസ് ചെയ്യുന്നു എന്ന് പറയും. അവിടെ വരുന്ന ആ റിലേഷനെയാണ് നമ്മൾ പറയുന്നത് ഹാസെ റിലേഷൻ. യൂണിവേഴ്സിറ്റിക്ക് അതുണ്ട്. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഡിഫറൻസ് ഇതിന്റെ കാര്യത്തില്, ഈ ഇൻഹെറിറ്റൻസിന്റെ കാര്യത്തിൽ നമ്മൾ ചിലപ്പോൾ ഈ ഹാസെ റിലേഷൻ എന്ന് പറയും. ബേസ് ക്ലാസ് എടുത്തിട്ട് അതിന് 2 ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടെങ്കിൽ ആ ഡിറൈവ്ഡ് ക്ലാസും ബേസ് ക്ലാസും കൂടെ ഹാസെ റിലേഷൻ എന്ന് പറയാറുണ്ട്. എങ്കിലും ജനറലി ഹാസെ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസ് വേറൊരു ക്ലാസ്സിനെ പൊസസ് ചെയ്യുമ്പോഴാണ്. അത് അഗ്രിഗേഷൻ എന്ന് പറയും. മനസ്സിലായി? അഗ്രിഗേഷൻ, അതായത് ഒന്നിനെ ഒന്നായിട്ട് അഗ്രിഗേഷൻ. ഇതിനെ തന്നെ ജനറലൈസേഷൻ എന്ന് പറയും. ജനറലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഹെറിറ്റൻസ് ആണ്. അഗ്രിഗേഷൻ എന്ന് പറയുമ്പോൾ അത് പൊസസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ എ ഡിറൈവ് ചെയ്ത് ബിയും സിയും വരും. എ ഡിറൈവ് ചെയ്ത് ബിയും സിയും വന്നാൽ എ ബിയുടെയും സിയുടെയും കൂടെ ജനറലൈസേഷൻ ആണ്, അല്ലെ? നമ്മൾ ഏത് പെർസ്പെക്റ്റീവ് യൂസ് ചെയ്താൽ? ഇൻഹെറിറ്റൻസ് പെർസ്പെക്റ്റീവ് യൂസ് ചെയ്താൽ. നേരെ മറിച്ച് ഇൻഹെറിറ്റൻസ് പെർസ്പെക്റ്റീവ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ബിയും സിയും, അല്ലെങ്കിൽ ബിയിലെ എല്ലാ മെത്തേഡ്സും എയിലുണ്ടെങ്കിൽ എ ഹാസ് ബി എന്ന് വേണമെങ്കിൽ പറയും. ഇവിടെ യൂണിവേഴ്സിറ്റി ഹാസ് എ. അപ്പം ക്ലാസ്സസ് ആക്കി, ഓബ്ജക്ട്സ് ആക്കി, ഓബ്ജക്ട്സ് തമ്മിലുള്ള ഈ ഇന്റർഫേസും പാക്കേജും തമ്മിൽ ഉള്ള ഇന്റർഫേസുകളെ പറ്റി പറഞ്ഞു. ഇന്റർഫേസുകളെ പറ്റി പറഞ്ഞു. അങ്ങനെ ഒരുപാട് ഈ റിലേഷൻസിനെ പറ്റി നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ മൊത്തത്തിലുള്ള ഒരു ഒരു കൺസെപ്റ്റ് വന്നു. ഇനി ഇതിനകത്ത് വരയ്ക്കുന്ന ഡയഗ്രാംസ്. ആദ്യ സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ അത് ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ഫസ്റ്റ് വണ് എന്താ പറയേണ്ടത്, സ്റ്റാറ്റിക് ഡയഗ്രാംസ്. അവിടെ നമ്മൾ പിന്നെ ഡയഗ്രാംസ് വരയ്ക്കുമ്പോഴത്തേന് സ്ട്രക്ചറൽ ഡയഗ്രാംസ് വരുമ്പോൾ സ്ട്രക്ചറൽ ഡയഗ്രാംസിൽ ക്ലാസസിനെ മാത്രം കാണിക്കും. സ്ട്രക്ചറൽ ഡയഗ്രാംസിൽ ക്ലാസസിനെ മാത്രം കാണിക്കും. ഈ ക്ലാസസിനെ മാത്രം കാണിച്ചിട്ട്
ക്ലാസ്സസ് എല്ലാം പറയും, ക്ലാസ്സസിലെ മെത്തേഡ്സും പറയും, മെസ്സേജ് പാസ് ചെയ്യുന്നതും പറയും, ഇന്ററാക്ഷനെ പറ്റി പറയത്തില്ല. സ്ട്രക്ചർ. പിന്നെ നമ്മൾ ബിഹേവിയറിൽ വന്നപ്പോൾ ഇന്ററാക്ഷനെ പറ്റി പറയാൻ തുടങ്ങി. ബിഹേവിയർ ഡയഗ്രാം കഴിഞ്ഞിട്ടാണ് ഇന്ററാക്ഷൻ വരുന്നത്. ഇന്ററാക്ഷൻ സിംപ്ലി മീൻസ് മെസ്സേജ് പാസ്. ഒരു ഇന്ററാക്ഷൻ ഡയഗ്രാമില് നമ്മൾ കാണിക്കുന്നത് മെസ്സേജ് പാസിംഗ് ആണ്. അപ്പൊ ഈ മെസ്സേജ് പാസിംഗ് കാണിച്ചു കഴിയുമ്പം അത് ഇന്ററാക്ഷൻ ഡയഗ്രാമാണ്. പിന്നെ ആക്ടിവിറ്റി ഡയഗ്രാം. ആക്ടിവിറ്റി ഡയഗ്രാമിൽ ക്ലാസ്സസ് കാണിക്കുന്നുണ്ട്. ഈ ക്ലാസ്സസിന്റെ കൂടെ ക്ലാസ്സസിനോട് കണക്ട് ചെയ്തുള്ള മെസ്സേജസ് ഉണ്ട്, അതുപോലെ തന്നെ അസോസിയേഷൻസ് ഉണ്ട്. ഈ ക്ലാസ്സും മെസ്സേജും അസോസിയേഷനും കൂടെ ചേർന്ന് കഴിയുമ്പോൾ അത് ആക്ടിവിറ്റി ഡയഗ്രാമാണ്. ആക്ടിവിറ്റി ഡയഗ്രാംസ് എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ പറയുന്നുണ്ട്. ഒന്ന് പിന്നെ കൊളാബറേഷൻ ഡയഗ്രാമും മറ്റേ സീക്വൻസ് ഡയഗ്രാം. സീക്വൻസ് ഡയഗ്രാമിൽ ഇത് സീക്വൻസ് ആയിട്ടാണ് പോകുന്നത്. ആ ആക്ടിവിറ്റീസിന്റെ സീക്വൻസ് ആണ് സീക്വൻസ് ഡയഗ്രാമിൽ പോകുന്നത്. കൊളാബറേഷൻ ഡയഗ്രാമിൽ അറ്റ് എ ടൈമിൽ ഇത് സിസ്റ്റം എങ്ങനെ നിൽക്കും, അതാണ് കൊളാബറേഷൻ ഡയഗ്രാം. അപ്പൊ ഈ കൊളാബറേഷൻ ഡയഗ്രാമും ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ആർക്കിടെക്ചറൽ ഡിസൈനിൽ യൂസ് ചെയ്യണം. ആർക്കിടെക്ചറൽ ഡിസൈൻ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഒബ്ജക്ട് ഡിസൈൻ. ഒബ്ജക്ട് ഡിസൈൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അതിനകത്ത് ഇൻഹെറിറ്റൻസിനെ പറ്റിയുള്ള കൺസെപ്റ്റാണ് വരുന്നത്. ഇൻഹെറിറ്റൻസിനെ പറ്റിയുള്ള കൺസെപ്റ്റ്. പിന്നെ ഇതിനകത്ത് നോഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നുണ്ട്. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ഫിസിക്കൽ എൻറ്റിറ്റി. ഫിസിക്കൽ എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ റൗട്ടർ, നമ്മുടെ പിന്നെ കമ്പ്യൂട്ടർ, ഇതെല്ലാം ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. അതായത് പൊതുവിൽ അതിനെപ്പറ്റി ജനറലായിട്ട് പറയുന്നത് അതിനൊരു മെമ്മറി ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഇസ് എ ഫിസിക്കൽ എൻറ്റിറ്റി. ഈ നോഡ് തമ്മിൽ കണക്ട് ചെയ്യുന്നത്, ഒരു നോഡ് വേറൊരു നോഡിനോട് കണക്ട് ചെയ്യുന്നത് ത്രൂ എ പോർട്ട്. ഒരു പോർട്ട് വഴിയാണ് ഒരു നോഡ് വേറൊരു നോഡുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പം ഈ പോർട്ട് ഇതുപോലെ തന്നെ പോർട്ട്. പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ ഇതിനകത്ത് ഒരു കമ്പോണൻസ് ആണ്. ഈ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ അതിന് കമ്പോണൻസിന് പല മീനിങ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് ഇതിനകത്ത് പറയുകയാണെങ്കിൽ എന്താ, ഒരു ക്ലോസ്ലി കണക്റ്റഡ് ക്ലാസ്സസ്. എല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കണമെന്നില്ല. നമ്മുടെ ഇപ്പൊ ഇപ്പോഴത്തെ ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ക്ലാസ്സുകൾ ക്ലോസ്ലി കണക്റ്റഡ് ആണ്. അതിനൊരു ഇത് നമ്മളിപ്പോൾ അതിന്റെ ഒരു റെഫറൻസ് കാണിക്കും. ക്ലോസ്ലി കണക്റ്റഡ് ആണ്. ഈ ക്ലോസ്ലി കണക്റ്റഡ് ക്ലാസ്സസ് ആണ് കമ്പോണൻസ് എന്നുള്ളത്. ഈ ക്ലോസ്ലി കണക്റ്റഡ് കമ്പോണൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ടർ യൂസ് ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിനെ പിന്നെ പുറത്ത് കണക്ട് ചെയ്യാനായിട്ട് പോർട്ട് യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇത് ചെയ്യാം. അതിന്റെ ആ ഫിഗർ ഒന്ന് നോക്കാം.
സാർ കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാമോ? ഓക്കെ. അതായത് ഫങ്ഷണൽ, അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം. ആർക്കിടെക്ചർ മോഡലിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് സ്റ്റാറ്റിക് കമ്പോണന്റ് ഉണ്ട്, ഡൈനാമിക് ഉണ്ട്, ഫങ്ഷൻ ഉണ്ട്, നോൺ ഫങ്ഷണൽ ആസ്പെക്ട് ഉണ്ട്. സ്റ്റാറ്റിക് ഫങ്ഷൻ മീൻസ് ഈ ക്ലാസ്സസും ഒബ്ജക്ട്സും ഇവകളുടെ റിലേഷൻസും ഉണ്ട്. പക്ഷേ ദർ ഈസ് നോ ഇന്ററാക്ഷൻ ഓഫ് ക്ലാസ്സസ്. ആ ഒരു കൺസെപ്റ്റ്, സ്റ്റാറ്റിക് എന്ന് പറയുന്ന കൺസെപ്റ്റിനകത്ത് ഇന്ററാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ജസ്റ്റ് ക്ലാസ്സസും ഒബ്ജക്ട്സും ഇത് തമ്മിലുള്ള അസോസിയേഷൻസും മാത്രമായിട്ട് വരും സ്റ്റാറ്റിക്കില്. നെക്സ്റ്റ് ഈസ് ഡൈനാമിക്. ഡൈനാമിക്കില് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പോണൻസിന്റെ കോൺഫിഗറേഷൻ, അതുപോലെ നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം, പ്രിന്റർ, ഇതുപോലെ മെമ്മറി ഉള്ള എല്ലാ ഡിവൈസുകളും ഇതിനകത്ത് ഡൈനാമിക് കമ്പോണന്റ് കാണിക്കും. അതുപോലെ തന്നെ കൊളാബറേഷൻ ആണ് അവിടെ. കൊളാബറേഷൻ മീൻസ് ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്താ, ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്താ, അതാണ് നമ്മൾ ഡൈനാമിക് കമ്പോണന്റ് കാണിക്കുന്നത്. അടുത്താണ് ഫങ്ഷണൽ കമ്പോണന്റ്. ഫങ്ഷണൽ കമ്പോണന്റില് സിസ്റ്റം ഫങ്ഷൻസ് ആൻഡ് ഡേറ്റ ഫ്ലോസ്. അതായത് നമുക്കൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര്, അതുപോലെ തന്നെ മറ്റു ഒരുപാട് വേറെ സപ്പോർട്ടിംഗ് ഫങ്ഷൻസ് ഉണ്ട്. ഈ ഫങ്ഷൻ, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ സോഫ്റ്റ്വെയർ അല്ല, പക്ഷെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഫങ്ഷൻ. ഇപ്പം വിൻഡോസ് ആണ് അത്, അതുപോലെ തന്നെ DLLs ഉണ്ട്, ഇതുപോലത്തെ എല്ലാ കാര്യങ്ങളും കൂടെ ചേരുന്നതാണ് ഫങ്ഷണൽ സിസ്റ്റം ഫങ്ഷൻസ്. ആ സിസ്റ്റം ഫങ്ഷൻസും നമ്മുടെ ഫങ്ഷൻസും കൂടെ അഡാപ്റ്റ് ചെയ്ത് പോകണം. അപ്പൊ ആ ഡയമെൻഷൻ, ആ അഡാപ്റ്റ് ചെയ്യുന്ന ആ ഡയമെൻഷനാണ് ശരിക്കും ഫങ്ഷണൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നോൺ ഫങ്ഷണൽ മീൻസ്, അതായത് നോൺ ഫങ്ഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് ആണ്. ക്വാളിറ്റേറ്റീവ് മീൻസ് ഇപ്പൊ നമുക്കൊരു ഇത് ഇപ്പൊ നമുക്ക് എക്സ്പ്രസ്, ന്യൂമറിക്കലായിട്ട് എക്സ്പ്രസ്, ഉദാഹരണത്തിന് സോഫ്റ്റ്വെയർ, നമ്മുടെ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ കൊടുക്കുന്ന സർവീസ്, അതിന് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ക്വാളിറ്റേറ്റീവ് ആണ്. അത് വെരി ഡിഫിക്കൽട്ട് ടു മോഡൽ എങ്കിൽ പോലും സം സിറ്റുവേഷൻ, അതായത് സോഫ്റ്റ്വെയർ സർവീസസ് ആണ്. ആ സോഫ്റ്റ്വെയർ സർവീസസ് മിക്കപ്പോഴും അത് സബ്ജക്റ്റീവാണ്. ഇപ്പൊ ഒരാൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു, വേറൊരാൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയില്ല. പൊതുവിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ചിന്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ എൻഡ് യൂസർ മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദ ബർഡൻ ഓഫ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന്റെ ഇൻട്രിക്കസീസ് ഒരിക്കലും ഒരു എൻഡ് യൂസർക്ക് പ്രശ്നം ഉണ്ടാക്കരുതെന്നുള്ളതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോമിന്റെ ഇത്. എങ്കിൽ പോലും പലപ്പോഴും പ്രോബ്ലംസ് ഉണ്ടാകുന്നത്. അതാണ് പറയുന്നത് നോൺ ഫങ്ഷണൽ ആസ്പെക്ട്. ക്വാണ്ടിറ്റേറ്റീവ് അല്ല, ക്വാളിറ്റേറ്റീവ് ആണ്. ദേ ആർ സബ്ജക്റ്റീവ്. അതായത് ഒരാൾക്ക് എളുപ്പം തോന്നുന്ന വേറൊരാൾക്ക് എളുപ്പമാണെന്ന് തോന്നണമെന്നില്ല. അത് പൊതുവെ ഡിഫിക്കൽട്ട് ടു മോഡൽ. ലോജിക്കൽ ആർക്കിടെക്ചർ. ലോജിക്കൽ ആർക്കിടെക്ചർ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ആ മറ്റേ ഇത്രയേ ഉള്ളൂ, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ളതും അതിന്റെ ലോജിക്കൽ, അതായത് ഫിസിക്കൽ ഇത് വരുന്നില്ല. നമ്മൾ ഇന്നലെ കണ്ടല്ലോ UML. UML എന്ന് പറയുമ്പോഴത്തേന് നമ്മളൊരു ക്ലാസ് പറയുന്നു, ആ ക്ലാസ്സിനകത്ത് പറഞ്ഞല്ലോ നമ്മൾ ആ വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഇത് പറഞ്ഞു. വിസിബിലിറ്റി എന്നൊരു ഇത് നമ്മൾ അതിനകത്ത് പറഞ്ഞു. വിസിബിലിറ്റി, പബ്ലിക് വിസിബിലിറ്റി ആണെങ്കിൽ നമ്മൾ ആ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഫിഗറും കണ്ടു, പ്ലസ് മാർക്ക് ചെയ്യണം.
അതല്ല എങ്കിൽ യു ഹാവ് ടു സ്പെസിഫൈ ഇറ്റ് ആസ് മൈനസ്. അതുപോലെ അതിന്റെ ഒരു കൺവെൻഷൻ എങ്ങനെയാന്ന് വെച്ചാൽ ക്ലാസ് ടൈം മേളത്തെ ഒരു ബോക്സിൽ, താഴെ വരുന്ന ഒരു ബോക്സിൽ ഒരു എന്താ പറയണ്ട ഡേറ്റ മെമ്പേഴ്സ്, പിന്നെ ഇത് ഡിവൈഡ് ചെയ്യുന്ന ഒരു ചെറിയ ഡിവൈഡർ കഴിഞ്ഞാൽ താഴെ ഫങ്ഷൻസ്. അപ്പൊ ഫങ്ഷൻസും ഡേറ്റ മെമ്പേഴ്സും പബ്ലിക് ആണെങ്കിൽ പ്ലസ് എന്ന് കൊടുക്കണം, പ്രൈവറ്റ് ആണെങ്കിൽ മൈനസ് എന്ന് കൊടുക്കണം. ഇങ്ങനെ കൊടുത്ത് ആ ക്ലാസ്സുകളെല്ലാം, പിന്നെ ഇത് തമ്മിലുള്ള റിലേഷൻ, ഇപ്പൊ മുമ്പേ പറഞ്ഞ പോലെ ഹാസെ റിലേഷൻ ഉണ്ട്, ഈസെ റിലേഷൻ ഉണ്ട്, ഇൻഹെറിറ്റൻസ് ഉണ്ട്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം കാണിക്കും. പക്ഷെ ഡൈനാമിക് ആയിട്ട് ഇത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് അതിനകത്ത് കാണും. ഇതാണ് ശരിക്കും ലോജിക്കൽ സ്ട്രക്ചർ. ഇതിപ്പോ ഒരു ക്ലാസ് ഡയഗ്രാം ഉണ്ട്, ആക്ടിവിറ്റി ഡയഗ്രാം ഉണ്ട്, സീക്വൻസ് ഉണ്ട്. ഇതെല്ലാം ഫിഗർ മാത്രം വരച്ചു വെച്ചിരിക്കുകയാണ്. ഇതിന്റെ സീക്വൻസ് സീക്വൻസ് ഓർ കൊളാബറേഷൻ ഉണ്ട്, സ്റ്റേറ്റ് ചാർട്ട് ഉണ്ട്, ഒബ്ജക്ട് ഡയഗ്രാം ഉണ്ട്, ക്ലാസ് ഡയഗ്രാം ഉണ്ട്, ആക്ടിവിറ്റി ഡയഗ്രാം ഉണ്ട്. ഈ ഡയഗ്രാം എല്ലാം വരച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് മൂവ് ചെയ്തിട്ടില്ല. അതായത് വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഒരിടത്ത് ഒരു ബട്ടൺ പ്രസ് ചെയ്യുകയോ പ്രോജക്റ്റ് മുമ്പോട്ട് പോവുകയോ ചെയ്തിട്ടില്ല. ആ ലോജിക്കൽ ഐഡിയ മാത്രം വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പം ഒരു എക്സാമ്പിൾ ആണ്, ഒരു ബാങ്കിങ് സിസ്റ്റത്തിന്റെ. ഇതുണ്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ക്ലാസ്സസ്. ഇപ്പൊ ഇവിടെ ബാങ്ക്, ബ്രാഞ്ച്, പിന്നെ ലോണ്, ഇങ്ങനെ നോക്കുക. ഇപ്പൊ ഇത് നോക്കിക്കഴിയുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ രണ്ട് ക്ലാസ്സും കൂടെ ചേർന്ന് ഇവിടെ ഒരു ഇൻഹെറിറ്റൻസ് ഇത് വന്നു. ഇവിടെ നിന്ന് ഇത് രണ്ടും കൂടി ഇങ്ങോട്ട് വന്നു, ഇവിടുന്ന് ഇത് രണ്ടെണ്ണം വന്നു, ഇവിടുന്ന് ഒന്ന് വന്നു. അപ്പൊ ഇതെന്തായിരിക്കും? ഇത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ആണ്. അപ്പൊ എപ്പോഴും നമ്മൾ ഇത് സിസ്റ്റം ഇത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി അവെയർ ആയിരിക്കണം. ഈ രണ്ട് ക്ലാസ്സുകൾ, ബോത്ത് ക്ലാസ്സസ് ആർ കമ്മിങ് ടു ദിസ് സബ് ക്ലാസ്, സോ ദിസ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഹിയർ ദർ ഇസ് എ ബേസ് ക്ലാസ്. ഈ ബേസ് ക്ലാസ്സിൽ നിന്ന് രണ്ട് ഡിറൈവ്ഡ് ക്ലാസ് വന്നിരിക്കുക. ഷുവർലി ദിസ് ഈസ് ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. ഇനി ഇവിടെ നോക്കുക, ഈ രണ്ട് ക്ലാസ്സും കൂടെ എടുത്തു കഴിഞ്ഞ് ഈ രണ്ട് ക്ലാസ്സും കൂടെ ഒന്നിച്ച് ഇങ്ങോട്ട് വന്നിരിക്കുക. അതായത് ഈ ക്ലാസ്സിന് ഇത് രണ്ടെണ്ണം സബ് ക്ലാസ് ആണ്. എഗെയിൻ എ ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. അതേസമയം തന്നെ ഹിയർ ദർ ഇസ് എ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, അല്ല സോറി, മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ്. ഇവിടെ ഒരു ഹാസെ റിലേഷൻ. ഇതാണ് ശരിക്കും ഇത് ക്രിയേറ്റ് ചെയ്യുന്ന മെക്കാനിസം. ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ബാങ്കിൻ്റെതാണ് ബ്രാഞ്ച്, അല്ലെ? അപ്പൊ ബാങ്ക് ഇതിനെ പ്രൊസസ് ചെയ്യും. ഇങ്ങനെയാണ് ആരോ ഒരു കറുത്ത ഇത് കൊടുക്കണം ചെയ്യും. പിന്നെ ഇത് ലോണും അക്കൗണ്ടും ബ്രാഞ്ചിലോട്ടാണ് പോകുന്നത്. ഈ അക്കൗണ്ട് രണ്ടെണ്ണം ഉണ്ട്, സേവിങ്ങും കറണ്ടും. അത് രണ്ടും അക്കൗണ്ടിലേക്ക് പോകുന്നു. ഈ സേവിങ്ങും കറണ്ടും ആരുടെയാണ്? കസ്റ്റമറുടെയാണ്. ഈ കസ്റ്റമർ തന്നെ ലോണും എടുക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ 2, 2, 4, 2, 6, 7 ക്ലാസ്സുകളുണ്ട്. ഇത് തമ്മിലുള്ള കണക്ഷൻ ഡയഗ്രാമും ഉണ്ട്. അപ്പം ഇതെങ്ങനെ വരയ്ക്കുന്നു? ഈ ഒരു കൺസെപ്റ്റ്, അതായത് ശരിക്കും ക്ലാസ്സിനെ പറ്റി, ഒബ്ജക്റ്റിനെ പറ്റി, ഇൻഹെറിറ്റൻസിനെ പറ്റി, വിസിബിലിറ്റിയെ പറ്റി, ഇന്റർഫേസിനെ പറ്റി, പാക്കേജിനെ പറ്റി, അബ്സ്ട്രാക്ട് ക്ലാസിനെ പറ്റി ഒക്കെ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ വരയ്ക്കാൻ പറ്റൂ. ഓക്കെ, നെക്സ്റ്റ് ഫിസിക്കൽ ആർക്കിടെക്ചർ ആണ്. ഇറ്റ് ഷോസ് സോഫ്റ്റ്വെയർ എലമെന്റ്സ്, ഹാർഡ്വെയർ എലമെന്റ്സ്, നോഡ്, നെറ്റ്വർക്ക്. സോഫ്റ്റ്വെയർ എലമെന്റ്സ് നിങ്ങൾക്കറിയാം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറും. ഹാർഡ്വെയർ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിന്റെ ഹാർഡ്വെയർ തന്നെ. നോഡ് എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനെയും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് പ്രിന്റർ ഉണ്ടെങ്കിൽ അത്, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നെറ്റ്വർക്ക്, സപ്പോർട്ടിംഗ് സോഫ്റ്റ്വെയർ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി അത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതുപോലത്തെ കാര്യങ്ങളായിരിക്കും. പിന്നെ നെറ്റ്വർക്ക് റിസോഴ്സസ് കാണിക്കും, കോൺഫിഗറേഷൻ കാണിക്കും, ഹാർഡ്വെയർ ഇൻഫർമേഷൻ കൊടുക്കും. ഇതെല്ലാം ഫിസിക്കൽ ആർക്കിടെക്ചറിന്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? അപ്പൊ അതായത് നമുക്ക് ഇത് ആദ്യ മറ്റേ ലോജിക്കൽ സ്ട്രക്ചർ പറഞ്ഞു, പിന്നെ ബാങ്കിങ് സിസ്റ്റം പറഞ്ഞു, അത് അതിൻ്റെ ഫിസിക്കൽ ആർക്കിടെക്ചർ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് കമ്പോണന്റ് ഡയഗ്രാം. കമ്പോണന്റ് ഡയഗ്രാമിൽ കാണിച്ചിരിക്കുന്നത് കമ്പോണൻസ് ഉണ്ട്, ഇന്റർഫേസസ് ഉണ്ട്, പോർട്സ് ഉണ്ട്, കണക്ടേഴ്സ് ഉണ്ട്. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കണം. കമ്പോണൻസ് ഹിയർ മീൻസ് ലൂസ്ലി കപ്പിൾഡ് എന്താ പറയണ്ടേ ആയിട്ടുള്ള ക്ലാസ്സസ്. ഈ ലൂസ്ലി കപ്പിൾഡ് ആയിട്ടുള്ള ക്ലാസ്സസിനെ നമ്മൾ ഒന്നിച്ചേർത്ത് കമ്പോണന്റ് എന്ന് പറയും.
ഈ കേസിൽ നമ്മുടെ ഈ കേസിൽ ഇന്റർഫേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെയിംഡ് ഓപ്പറേഷൻസ് അല്ല, പകരം കമ്പോണൻസ് തമ്മിലുള്ള ഇന്റർഫേസ് ആണ്. പിന്നെ പോർട്സ് ഉണ്ട്. നോഡ് എക്സ്റ്റേണൽ ഇതുമായിട്ട് വരുന്ന സാധനമാണ് പോർട്ട്. നോഡ് എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ബന്ധപ്പെടുന്നതാണ് പോർട്ട്. പോർട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് കണക്ടേഴ്സ്. അപ്പൊ അവർക്ക് കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മുടെ കേസിൽ ലൂസ്ലി കപ്പിൾഡ് ഈ കമ്പോണന്റ് ടൈറ്റ്ലി കപ്പിൾഡ്. കമ്പോണന്റിനകത്തെ ക്ലാസ്സുകളെല്ലാം ടൈറ്റ്ലി കപ്പിൾഡ് ആണ്. പക്ഷെ ഈ കമ്പോണൻസ് തമ്മിൽ ലൂസ്ലി കപ്പിൾഡ് ആണ്. എന്തുകൊണ്ടാണ്? എപ്പം വേണമെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റണം. ഈ കമ്പോണൻസിനിടയ്ക്ക് ഇന്റർഫേസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിനെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്യാൻ പോർട്സ് തമ്മിൽ ബന്ധിപ്പിക്കാനാണ് കണക്ടേഴ്സ്. ഇപ്പൊ അതിന്റെ ഫിഗർ നോക്കാം, അപ്പം നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇതാണ് പറയുന്നത്. കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ് ദാറ്റ് ആർ ഇന്റേണലി കൊഹസീവ് ബട്ട് ലൂസ്ലി ഇന്റർകണക്റ്റഡ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്റേണലി കൊഹസീവ്, അതിന്റെ അകത്ത് ഇത് ടൈറ്റ് കപ്പിൾഡ് ആണ്, പക്ഷെ ഇത് തമ്മിലോ ലൂസ് കണക്ഷൻ. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, എപ്പം വേണേലും ഈ ക്ലാസ്സിനെ തമ്മിൽ വിടിപ്പിക്കാൻ പറ്റണം. കാരണം നമ്മുടെ പ്രോജക്റ്റ് മാറുന്നു, നമ്മുടെ നീഡ്സ് മാറുന്നു, സിസ്റ്റം മാറുന്നു. അപ്പൊ ഇത് ടൈറ്റ് കപ്പിൾഡ് ആക്കരുത്. പഴയ കാലത്തെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാംസിലൊക്കെ വന്നുകൊണ്ടിരുന്ന പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അപ്പൊ ടൈറ്റ്ലി കപ്പിൾഡ് ആകുമ്പോൾ ഏതെങ്കിലും ഒരു മൊഡ്യൂളിലുണ്ടാകുന്ന ഒരു പ്രശ്നം എന്റെ പ്രോജക്റ്റിനെ പിടിപ്പാൻ പ്രശ്നമില്ല. കണക്ട് ചെയ്യേണ്ടത് കണക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇതേ തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ ലൂസ്ലി കപ്പിൾഡ് ആക്കി വെക്കും കമ്പോണന്റ്. ഇതാണ് കമ്പോണന്റ് ഡയഗ്രാം. ഇത് ശ്രദ്ധിക്കുക. ഇതിപ്പം വെറുതെ ഒരു എന്താണ് ഫിക്ടീഷ്യസ് ആയിട്ട് ഇപ്പൊ ക്ലൗഡ് എയർ ലേക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് വെറുതെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇത് കണ്ടോ, ചെറിയ റെക്ടാങ്കിൾസ്. ഈ റെക്ടാങ്കിൾസ് ആണ് ആക്ച്വലി ദേ ആർ ദ കമ്പോണന്റ്. ഇതിനകത്തെ ചെറിയ കമ്പോണൻസ് ആണ് ഇതെല്ലാം. ആ ചെറിയ ഈ പറഞ്ഞ ചെറിയ റെക്ടാങ്കിൾസ്. ഓക്കെ, അടുത്തത് ഇന്റർഫേസ് കംപ്രൈസസ്. ഇവിടെ സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് ദാറ്റ് ഡിഫൈൻ ദ സർവീസസ് ഓഫ് ബൈ എ ക്ലാസ് ഓർ അക്കൗണ്ട്. അതായത് ഇവിടെ ഇന്റർഫേസ് നമ്മുടെ സാധാരണ പ്രോഗ്രാമിലെ മീനിങ് തന്നെയാണ്. അതായത് ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് പിന്നെ ഡിഫൈൻ ചെയ്യാനുള്ള. ഇത് ഇവിടെ എന്താന്ന് വെച്ചാൽ ഈ ബുക്കില് മാറി തിരിഞ്ഞ് ഇതിന്റെ ഇത് വരുന്നുണ്ട്. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇത് നെയിംഡ് ഓപ്പറേഷൻസ് അല്ല ശരിക്കും. ഇവിടെ ഈ കമ്പോണന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇന്റർഫേസ് ആണ്. ഇതിന്റെ മാർക്കിങ് ഇതാണ്. വേണമെങ്കിൽ മറ്റേ ഇന്റർഫേസ് എന്ന് വേണമെങ്കിൽ പറയാം, എങ്കിലും അത് അത്ര എക്സാക്ട് അല്ല. ഇതുണ്ട്. ഇത് കമ്പോണന്റ് ലൂസ്ലി കപ്പിൾഡ് അല്ല, ടൈറ്റ്ലി കപ്പിൾഡ് ക്ലാസ്സസ് ആണ് ഇത് രണ്ട്. ഇതിനെ ലൂസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഇന്റർഫേസ്. ഇതും ടൈറ്റ്ലി കപ്പിൾഡ് ക്ലാസ്സസ് ലൂസ് ആയിട്ട് കണക്ട് ചെയ്യും. ഇതാണ് ഇന്റർഫേസ്. ഈ ഫിഗേഴ്സ് ഓർത്തിരിക്കണം. നിങ്ങളുടെ ബുക്കിലെ ഫിഗേഴ്സിനേക്കാളും എളുപ്പമുള്ള ഫിഗറാണ് ഞാൻ ഇതിന്റെ ഇത് അയച്ചു തരാം. നിങ്ങളുടെ ബുക്കിൽ കുറെ കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ കമ്പോണൻസ് കാണിക്കുന്നത്. നെക്സ്റ്റ്, പോർട്ട്. Component use ports for the interaction with the environment and to manage. അതായത് ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് പോർട്ട് യൂസ് ചെയ്യുന്നത്. പോർട്ട് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ ചെറിയ സ്ക്വയർ ഇങ്ങോട്ട് തള്ളി നിൽക്കുന്നതാണ്, ചെറിയ സ്ക്വയർ. ഈ സ്ക്വയറുകളാണ് പോർട്ടുകളായിട്ട്. ഈ ചെറിയ സ്ക്വയേഴ്സ് ഇത് പോർട്ടാണ്, ഇതും പോർട്ടാണ്. ഇതെല്ലാം പോർട്ടുകളാണ്. ഇനി ഈ പോർട്ടുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന കണക്ടേഴ്സ് ഉണ്ട്. ഇത് പോർട്ടാണ്. ഈ പോർട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് എക്സ്റ്റേണൽ എൻറ്റിറ്റിയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ പോർട്ട്. കണക്ടേഴ്സ്, പോർട്സ് തമ്മിലുള്ള കണക്ഷൻ. ഇതാണ് കണക്ടർ സിമ്പൽ. ഇത് തമ്മിൽ മാറിപ്പോരുത്, കാരണം ഇത് കണക്ടർ അല്ല, ഇത് ഇന്റർഫേസ് ആണ്. ഇതാണ് കണക്ടർ. ഇത് ശ്രദ്ധിച്ചോ, ഇത് പോർട്ടാണ്, ഇതും പോർട്ടാണ്. ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇതിപ്പോ എന്താ കസ്റ്റമർ ഓർഡർ എന്ന് പറഞ്ഞിട്ട് രണ്ട് ഇത് വരുന്നുണ്ട്. ഇത് വിചാരിച്ചു രണ്ട് കമ്പോണൻസ് ആണ്. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുക.
ഇതാണ് ആക്ച്വലി കണക്ടർ. അപ്പൊ ഈ ഫിഗേഴ്സ് എല്ലാം മനസ്സിലാക്കണം. കാണാൻ പഠിച്ചാൽ പോരാ, അതിന്റെ ഐഡിയ കിട്ടണം. ഇപ്പൊ ഇവിടെ നമ്മൾ പറയാണ് ഒരു ATM സിസ്റ്റത്തിന്റെ കമ്പോണന്റ് ഡയഗ്രാം ആണ്. ഇപ്പൊ ATM ഇതെല്ലാം കമ്പോണൻസ് ആണ്. ഈ കമ്പോണൻസിന്റെ പോർട്ടുകളാണ്. മനസ്സിലായി? ഇതെല്ലാം പോർട്ടുകൾ. കമ്പോണന്റ് ഡയഗ്രാം ഓഫ് ആൻ ATM സിസ്റ്റം. ഇതെല്ലാം പോർട്ടുകൾ. ഡിപ്ലോയ്മെന്റ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ static deployment aspect of architecture closely associated with the component diagrams where a node typically encompasses one or more components. ഞാൻ നോക്കാം അതെങ്ങനെ വരയ്ക്കാം. ആർട്ടിഫാക്ട്. ഈ ആർട്ടിഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് പോക്കണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിന് ഒരു റിസൾട്ട് ഉണ്ട്. പ്രോഗ്രാമിന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കും DLL ക്രിയേറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? DLL ഡൈനാമിക് ലിങ്ക് ലൈബ്രറി ക്രിയേറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ അതുപോലെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് കയറി അവിടെ ചെന്നിട്ട് അവിടെ കയറി വന്ന യൂസേഴ്സിന്റെ എല്ലാം ഒരു ലോഗ് ഫയൽ ഉണ്ടാകും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിഗ്നിഫൈസ് എ ടാഞ്ചിബിൾ എൻറ്റിറ്റി യൂട്ടിലൈസ്ഡ് ഇൻ സോഫ്റ്റ്വെയർ ഡിസൈൻ. അതായത് ഡെവലപ്മെന്റ് ഓർ ജനറേറ്റഡ് ത്രൂ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്. നമുക്ക് രണ്ടാമത്തെ അർത്ഥം എടുക്കാം, ജനറേറ്റഡ് ത്രൂ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോസസ്സിന്റെ ഫലമായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സാധനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ആർട്ടിഫാക്ട് എന്ന് പറയുന്നത്. ആർട്ടിഫാക്ട് ഇതാണ് നോഡ്. ഇത് റൺ ടൈമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടേഷണൽ റിസോഴ്സാണ്. ഈ കമ്പ്യൂട്ടേഷണൽ ഇപ്പൊ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സെർവർ. ഇതൊരു സെർവറാണ്. ഈ സെർവറാണ് ഇതിന്റെ നെയിം. ഇതൊരു നോഡാണ്. അപ്പൊ നോഡ് കാണിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ട് വേണം നോഡ് കാണിക്കാൻ വേണ്ടി. ഇതാണ് സെർവർ. മനസ്സിലായല്ലോ? ഇതെല്ലാം പറഞ്ഞു പോകുന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങളത് തറവായിട്ട് മനസ്സിലാക്കണം. ഇത് കണക്ഷനാണ്. ഈ പറഞ്ഞ പോലെ നോഡ് തമ്മിൽ കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇത് നല്ലൊരു ഫിഗറാണ്. ആ ഫിഗർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നോഡ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഫിഗർ. ഇതിനകത്ത് കുറെ എക്യുപ്മെന്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാ ആർട്ടിഫാക്ട് സിമ്പിൾ. ഒന്നുമില്ല, കാരണം വെബ് ആപ്ലിക്കേഷൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. വെബ് ആപ്ലിക്കേഷൻ നടക്കുമ്പോൾ വെബ് ആപ്ലിക്കേഷൻ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ലോഗ് ഫയലിലേക്ക് വരുന്നുണ്ട്. ആ ലോഗ് ഫയൽ തന്നെയാണ് എക്സാക്ട്ലി വാട്ട് ഈസ് കോൾഡ് ആർട്ടിഫാക്ട്. ആ ആർട്ടിഫാക്റ്റ് ആണ് ഈ പറഞ്ഞത് ഈ ഒരു ഫയല് ജനറേറ്റ് ചെയ്യും. ഇത് ആർട്ടിഫാക്റ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവസാനം ഈ ആർക്കിടെക്ചറൽ ഡിസൈനിൽ ഇതെല്ലാം കൊടുത്തിരിക്കണം. ഒരു കൊളാബറേഷൻ ഡയഗ്രാം ആണ്. നമ്മളത് പറഞ്ഞതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഒരു സ്ട്രക്ചറൽ ഡിസൈനെ പറ്റി, ഒരു സ്ട്രക്ചറൽ ഡിസൈൻ എന്താണ്, സ്ട്രക്ചറൽ ഡിസൈനിന്റെ ആർക്കിടെക്ചറൽ ഡിസൈനിന്റെ എന്താണ്, അതിന്റെ ഫിഗർ എന്താണ്, അതിന്റെ സിമ്പിൾസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ ഇനി നമുക്ക് യു ഹാവ് ടു ഗെറ്റ് എ തറോ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഈ ഇൻഹെറിറ്റൻസിനെ ഇപ്പൊ ഇതിനകത്തെല്ലാം നിങ്ങൾ കാണുന്നില്ലെങ്കിലും ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്തെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഇൻഹെറിറ്റൻസിന്റെ ഒന്നുകൂടെ നോക്കിയിട്ട് അവിടുത്തെ ആ ജനറലൈസേഷൻ ഹാസർ റിലേഷൻ കൂടെ നോക്കാം. എന്നിട്ട് രണ്ട് പ്രോഗ്രാമത്തിന് നിങ്ങളുടെ നോട്ട് നോക്കിയിട്ട്
ഇതാണ് ഇതിന്റെ ഇതിപ്പോ നിങ്ങൾ പല തവണ കണ്ടു സിംഗിള്, ഹയറാർക്കി, മൾട്ടി ലെവൽ, മൾട്ടിപ്പിൾ, ഹൈബ്രിഡ്. ഞാനൊരു കോളേജ് എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഇപ്പൊ നമ്മളൊരു കോളേജിന്റെ ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകും. കോളേജിന്റെ ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇതില് ഈ ഹയറാർക്കി, മൾട്ടി ലെവല്, മൾട്ടിപ്പിള്, ഹൈബ്രിഡ് എല്ലാ ഇൻഹെറിറ്റൻസും ഇതിനകത്ത് യൂസ് ആയിട്ട് വരും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കോളേജ് ഉണ്ട്, കോളേജിന് താഴെ ലൈബ്രറി, ഡിപ്പാർട്ട്മെന്റ്, ക്യാൻറ്റീന്, സ്പോർട്സ് ഡിവിഷന്, റിസർച്ച് ഡിവിഷൻ, ഇങ്ങനത്തെ ഡിവിഷനുകളെല്ലാം ഉണ്ട്. അപ്പം ബേസ് ആയിട്ട് കോളേജിൽ ഇതിന് താഴെയായിട്ട് ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഹയറാർക്കി. ഇനി ഇതിനകത്ത് ഡിപ്പാർട്ട്മെന്റിന് താഴെ സ്റ്റാഫ്, സ്റ്റുഡൻസ്. അപ്പം ഡിപ്പാർട്ട്മെന്റിന് താഴെ സ്റ്റാഫ്, സ്റ്റുഡൻസ്. ഡിപ്പാർട്ട്മെന്റിന് താഴെ വരുന്ന സ്റ്റാഫ്, സ്റ്റുഡൻസും എന്ന് പറയുന്നത് മൾട്ടി ലെവലായി. അപ്പൊ ഹയറാർക്കി വന്നു, മൾട്ടി ലെവൽ വന്നു. പിന്നെ ഇതുപോലെ പല സ്റ്റുഡൻസ് ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നു, ചെയ്യും. അപ്പൊ അങ്ങനെ പല സ്റ്റുഡൻസിനെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ദാറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. പിന്നെ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് ആയിട്ട് മാറും. ഇനി ഇത് സിംഗിൾ ഇൻഹെറിറ്റൻസ് ആണ്, നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഹയറാർക്കി ഇൻഹെറിറ്റൻസ് ആണ്, മൾട്ടി ലെവൽ. ഈ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് നിങ്ങൾക്ക് പലതവണയും ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടി വരും. മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കോളേജ്, ഡിപ്പാർട്ട്മെന്റ്, ടീച്ചിങ് ഫാക്കൽറ്റി, അല്ലെ? കോളേജ്, ഡിപ്പാർട്ട്മെന്റ്, ടീച്ചിങ് ഫാക്കൽറ്റി. അത് വരുമ്പോഴത്തേന് ഇതൊരു മൾട്ടി ലെവലാണ്. ഇതുപോലെ ഇനി താഴോട്ട് വരും. ടീച്ചിങ് താഴെ സ്റ്റുഡൻസ്, ലാബ്, അങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു ഇൻഹെറിറ്റൻസ് ഒക്കെ തമ്മിൽ തന്നെ ഒരു കണക്ഷനും ഉണ്ടാവും. അവിടെ കുറെ കോംപ്ലിക്കേഷൻസും വരാം. അത് നമുക്ക് ഈ ഫിഗറിനകത്ത് കാണിക്കാം. ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അതായത് എ, ബി, സി എന്ന് പറയുന്ന ഇത്രയും ക്ലാസ്സസ് ചേർന്ന് ഡി എന്ന് പറയുന്ന ഒരു ക്ലാസ്സിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യും. ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് ഡയറക്റ്റ് ആയിട്ട് ജാവ സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്നാൽ ഇൻഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പറയുമ്പം ഈ ശരിക്കും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, നിങ്ങൾക്കത് അതായത് ഇന്നലെ നമ്മൾ കണ്ട പ്രോഗ്രാമിൽ പറഞ്ഞു എക്സ്റ്റൻസ് ആപ്ലെറ്റ് ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റ്. എക്സ്റ്റൻസ് ആപ്ലെറ്റ് ഒരു ഇൻഹെറിറ്റൻസ് ആണ്, അതായത് ആപ്ലെറ്റിനെ ഇൻഹെറിറ്റ് ചെയ്യുന്നു. പിന്നെ ഇംപ്ലിമെന്റ്സ് ആക്ഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഇന്റർഫേസ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ ക്ലാസ്സിനെ ജാവ ഇൻഹെറിറ്റ് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ, ഒരു ക്ലാസ്സും അല്ലെങ്കിൽ എത്ര ഇന്റർഫേസുകളെ വേണമെങ്കിലും അതിന് ഇംപ്ലിമെന്റ് ചെയ്യാം. നോട്ട് ഇൻഹെറിറ്റ് ബട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. അപ്പൊ ഒരുപാട് ഇന്റർഫേസുകളെ ഒരു ക്ലാസ്സിന് ഇംപ്ലിമെന്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ അതിനെയാണ് ജാവ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഡയറക്റ്റ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതായത് അതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ, എല്ലാ ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജസും എല്ലാ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി C++ ആൻഡ് ജാവ. അത് രണ്ടും ഓപ്സിന്റെ എല്ലാ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ജാവ ഈസ് കൺസിഡേർഡ് ആസ് പ്യുവർലി ഒബ്ജക്റ്റ് ഓറിയന്റഡ്. ഓക്കെ, ഇതാണ് ഹൈബ്രിഡ്. ഈ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് നമുക്കിവിടെ എപ്പോഴും ഇത് വരുന്നതാണ്. അതായത്
ബേസ് ക്ലാസ്, 2 ഡെറിവേറ്റീവ് ക്ലാസ്, ഇവിടുന്ന് ഇങ്ങോട്ട് BC എന്നാലോചിച്ച് എനിക്ക് കോളേജ് എന്ന് വിചാരിക്കാം. ഇത് ഇങ്ങോട്ട് വന്നു ഡിപ്പാർട്ട്മെന്റ്, ലൈബ്രറി, ഇവിടെ താഴോട്ട് വന്നു പിന്നെ ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറി, ഇവിടെ സ്റ്റുഡൻസ്, ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ്, ഇവിടെ ലൈബ്രറി മെമ്പേഴ്സ്. ഇത് രണ്ടും കൂടെ ചേർന്ന് എൻ്റെ സ്റ്റുഡൻറ് ക്ലാസ്, കോളേജിലെ എല്ലാ സ്റ്റുഡൻസും. ഇത് ഇപ്പൊ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസ്, ഇത് ഇപ്പൊ ലൈബ്രറിയിലുള്ള ആള്, ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റുഡൻസും. കാരണം ലൈബ്രറിയിലുള്ള സ്റ്റുഡൻസിനെ ഇപ്പൊ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വയ്യ, നേരത്തെ ഫൈൻ കൊടുക്കാത്തവരൊക്കെ കാണും. അപ്പൊ അവരെ എല്ലാം കൂടെ ഇവിടെ വെക്കും. അപ്പൊ നോക്കിയേ, ബേസ് രണ്ടിടത്തുനിന്ന് ഡിപ്പാർട്ട്മെന്റ്, ലൈബ്രറി, ഓൾ സ്റ്റുഡൻസ് വരുന്ന ഇത്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഹെറിറ്റൻസ്, ഇതുപോലത്തെ ഇൻഹെറിറ്റൻസ് ആണ് ഇത് മുഴുവൻ. പക്ഷെ ഓരോരോ പോർഷൻ കളിച്ചു കഴിഞ്ഞാൽ അതാത് പോർഷന് അതാത് ഇൻഹെറിറ്റൻസ് ഉണ്ടാവും. അതായത് ഒരു നല്ല ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈന് എപ്പോഴും ഇൻഹെറിറ്റൻസ് പിന്നെ ഇത് ചെയ്തിരിക്കണം. ഏത് സമയവും ഇൻഹെറിറ്റൻസിന്റെ ഇമ്പോർട്ടൻസ് കൂട്ടിക്കൊണ്ടേ പോകണം ഒരു നല്ല ഒബ്ജക്റ്റ് ഓറിയന്റഡ് ഡിസൈൻ. പിന്നെ നമ്മൾ അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ പറ്റിയുള്ള ഐഡിയ പറയുന്നുണ്ട്, ഞാൻ പറയാറ്. ഇതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സിനെ പറ്റിയുള്ള ഐഡിയ. അതായത് നോക്കുക, ഷേപ്പ് ഈസ് ദ ബേസ് ക്ലാസ്, എന്നിട്ട് അതിനകത്ത് ഗെറ്റ് ഏരിയ എന്നൊരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുന്നു. ആ ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ആണ് ഡബിൾ. എന്നിട്ട് ഈ ഷേപ്പിന് 2 സബ് ക്ലാസ് ഉണ്ട്, നിങ്ങളുടെ ബുക്കിലുണ്ട്, റെക്ടാങ്കിൾ, ട്രയാങ്കിൾ. എന്നിട്ട് അതിനകത്ത് 2 ഡേറ്റാ മെമ്പറും ഉണ്ട്. അത് പ്രശ്നമില്ല, ബേസ് ക്ലാസ്സിൽ കൂടുതൽ ഇതിനകത്ത് വരാം. താഴെ ഗെറ്റ് ഏരിയ രണ്ടിടത്തും ഉണ്ട്. അപ്പൊ ഈ ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിലെ ഗെറ്റ് ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പം ഷേപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിലെ ഗെറ്റ് ഏരിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. വെറുതെ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യാൻ CPP-യിൽ ഇവിടെ വെറുതെ ഇത് കൊടുത്തിട്ട് സെമിക്കോൺ ഇട്ടു. അപ്പോൾ ആ ക്ലാസ്സിലെ ആ ഫംഗ്ഷൻ, പല ഫംഗ്ഷൻ ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ് ക്ലാസ് വിൽ ബിക്കം അബ്സ്ട്രാക്ട് ക്ലാസ്. എന്നിട്ട് താഴെ വരുന്ന ക്ലാസ്സിനെ, ഈ റെക്ടാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ് മസ്റ്റ് റീഡിഫൈൻ ഗെറ്റ് ഏരിയ. കാരണം ഗെറ്റ് ഏരിയ ബേസ് ക്ലാസ്സിൽ ഇല്ല, അതിവിടെ റീഡിഫൈൻ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഗെറ്റ് ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷൻ റീഡിഫൈൻ ചെയ്യും. അപ്പൊ ഷേപ്പ് അബ്സ്ട്രാക്ട് ക്ലാസ് ആണ്. സപ്പോസ് റെക്ടാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സും ട്രയാങ്കിൾ എന്ന് പറയുന്ന ക്ലാസ്സും ഇത് റീഡിഫൈൻ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. റീഡിഫൈൻ ചെയ്യുന്നില്ല എങ്കിൽ ഈ ക്ലാസ്സസ്, ആ ക്ലാസ്സസും പിന്നെ അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് മാറും. ഇതാണ് അതിന്റെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. ഡെലിഗേഷൻ ഇതൊന്നും ഇപ്പൊ ഇതിനകത്ത് വരുന്നില്ല. അഗ്രിഗേഷൻ ഞാൻ പറഞ്ഞു, അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് ഇതിനെ 2 വിധത്തിൽ ഇതിനെ നമ്മൾ പറയും. കാർ എന്ന് പറയുന്നത് വീൽ ആൻഡ് എഞ്ചിൻ, ഇത് 2 സബ് ക്ലാസ്സാണ്. ഇതിനെ രണ്ടിനെയും കൂടെ അഗ്രിഗേറ്റ് ചെയ്യുന്നതാണ് കാർ എന്ന് പറയുന്നത്. എന്നാൽ അതേസമയം സീറ്റ് അങ്ങനല്ല. സീറ്റിനെ വേണമെങ്കിൽ അതിനകത്ത് കൊടുത്താൽ, ഇപ്പൊ ഇതിനകത്ത് ഒരു എക്സാമ്പിൾ സൈക്കിനായിരിക്കും, അത് പെടുത്തിയിട്ടില്ല. വീലും എഞ്ചിനും കാറിന്റെ സബ് ക്ലാസ് ആണ്. അപ്പൊ ഈ കാറിനെ ഒരു പ്രത്യേക വിധത്തിൽ ഈ നൊട്ടേഷൻ കൊടുത്തു കഴിയുമ്പോൾ അത് അഗ്രിഗേഷൻ. എന്നാൽ ഇതേ സമയം തന്നെ വേറൊരു ഇതുണ്ട്, ഈ കാറിനെ തന്നെ ഇതിനെ ജനറലൈസേഷൻ എന്ന് പറയും. വീലും എഞ്ചിന്റെയും കൂടെ ജനറലൈസേഷൻ ആയിട്ട് കാറിനെ കാണും. അപ്പൊ 2 വിധത്തിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് ഈ ബേസ് ക്ലാസ്സിനെ കാണുന്നുണ്ട്. സൂപ്പർ ക്ലാസ് ചിലപ്പോൾ സൂപ്പർ ക്ലാസ്സിനെ അഗ്രിഗേഷൻ എന്ന് പറയും, ചിലപ്പോൾ സൂപ്പർ ക്ലാസ്സിനെ ജനറലൈസേഷൻ എന്ന് പറയും. അത് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ്. നമുക്കത് എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് കോമ്പോസിഷൻ. അതായത് ഇവിടെ ഇതൊരു ഇതുണ്ട്, ഈ ഡിപ്പാർട്ട്മെന്റ് കോളേജിന്റെയാണ്. ഇത് കോളേജിൽ നിന്ന് സ്റ്റുഡന്റ് വരും,
ഡിപ്പാർട്ട്മെന്റ് കോളേജിന്റെ. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോൾ ഇത് അഗ്രിഗേഷൻ ആയിട്ട് എടുക്കും. ഇതിനെ എന്താ പറയുക, കോളേജിൻ്റെതായിട്ട് ഡിപ്പാർട്ട്മെന്റിനെ കാണിക്കും, കോളേജിന്റെ കീഴിലുള്ളതായിട്ട് സ്റ്റുഡന്റിനെ കാണിക്കും. അതൊക്കെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ വരുന്നത്. കാരണം ഇതിനൊരു കോൺക്രീറ്റ് റൂൾ ഒന്നുമില്ല. ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണവശാൽ ഡിപ്പാർട്ട്മെന്റിനെ കോളേജിന്റെ കീഴിൽ കാണിക്കരുത്, കോളേജിൽ നിന്ന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിർത്തണം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി നേരിട്ടൊരു കോഴ്സ് നടത്തുന്ന സമയത്ത് കോളേജിന്റെ കീഴിൽ കാണിക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ അതിനെ, അപ്പൊ ഈ എല്ലാ റിലേഷൻ, ഇപ്പൊ അഗ്രിഗേഷൻ വന്നു, ഈ ഇതൊരു തരം പറഞ്ഞ ഹാസർ റിലേഷൻ, ഇതെല്ലാം കൂടെ വരുന്ന ഈ റിലേഷനെ നമ്മൾ കോമ്പോസിറ്റ് റിലേഷൻ എന്ന് പറയും. ഇതാണ് ഷേപ്പ് ക്ലാസ്. ഇതാണ് അബ്സ്ട്രാക്ട് ക്ലാസ്സിന്റെ നിങ്ങളുടെ ബുക്കിലുള്ള എക്സാമ്പിൾ ആണ്. ഷേപ്പ്, ഇത് അബ്സ്ട്രാക്ട് ഏരിയ, ഡബിൾ റിട്ടേൺ ചെയ്യുന്നു, പിന്നെ അബ്സ്ട്രാക്ട് ടു സ്ട്രിങ്, ഗെറ്റ് കളർ, അതിന്റെ മെത്തേഡ്സ് നിങ്ങൾ വലിയ ചെയ്യേണ്ട. ഇപ്പൊ എന്നിട്ട് ഇവിടെ നമ്മൾ ലെങ്തും വിഡ്ത്തും റേഡിയസും പറയുന്നു. ഇവിടെ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് കാണിക്കാത്തത്, ഈ ഏരിയ ഫംഗ്ഷൻ ശ്രദ്ധിച്ചോ, ഈ ഏരിയ ഫംഗ്ഷൻ മസ്റ്റ് ബി ഡിഫൈൻഡ് ഇൻ ദിസ് ക്ലാസ്. ഈ ക്ലാസ്സിലും ഡിഫൈൻ ചെയ്യണം. ഇനി അഥവാ ഡിഫൈൻ ചെയ്യാൻ അതിനകത്ത് പ്രത്യേകിച്ച് ഇതൊന്നും ഇല്ല എന്ന് വിചാരിക്കാം. സപ്പോസ് ദർ ഈസ് നോ നീഡ് ഓഫ് ഏരിയ ഫംഗ്ഷൻ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ്. നിങ്ങൾ വെറുതെ ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് വരുമ്പോഴത്തെ കോംപ്ലിക്കേഷനാണ്. മനസ്സിലായി? ഇത് ചോദിക്കാൻ, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൽ എങ്ങനെയാണ് കോംപ്ലിക്കേഷൻ വരുന്നത്? ഇവിടെ നോക്കുക, ഈ രണ്ട് ക്ലാസിന്റെ ഇത് ഇവിടുന്ന് ഹയറാർക്കി, ഇത് ഇവിടുന്ന് ഹയറാർക്കി. എന്നാൽ ഈ രണ്ട് ക്ലാസ്സും കൂടെ ചേർന്ന് ഇവിടെ വരും. ഉറപ്പായിട്ടും ദിസ് വിൽ കോസ് സെക്യൂരിറ്റി പ്രോബ്ലം. അതായത് ഇതിന്റെ സബ് ക്ലാസ്സസ് ആയിട്ട് ഇത് വരുന്നു, ഇതിന്റെ സബ് ക്ലാസ്സസ് ആയിട്ട് ഇത് വരുന്നു. എന്നിട്ട് ഈ രണ്ട് ക്ലാസ്സുകളിലും ഈ സബ് ക്ലാസ്സസ് ആയിട്ട് വന്നിട്ട് ഇതിന്റെ സബ് ക്ലാസ്സും ഇതിന്റെ സബ് ക്ലാസ്സും കൂടി ഇവിടെ വരും. ഇപ്പൊ ഇവിടെ നമുക്ക് വെഹിക്കിൾ എന്ന് പറയുന്ന ക്ലാസ്സിൽ ചേഞ്ചുകൾ വരുത്തുമ്പോൾ വി മസ്റ്റ് ബി വെരി കെയർഫുൾ. ഇതാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ കോംപ്ലിക്കേഷൻ. ഇതുകൊണ്ട് തന്നെയാണ് ജാവ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ കാര്യമായിട്ട് പ്രൊമോട്ട് ചെയ്യാത്തത്. ഇതാണ് അതിന്റെ സംഭവം. കണ്ടോ, ഈ ഒരു ക്ലാസ് ഇതിന്റെ സബ് ക്ലാസ് ആണ്, അതുപോലെ തന്നെ ഇതിന്റെ ഈ രണ്ട് ക്ലാസ്സും കൂടെ ഇങ്ങോട്ട് വരിക. എന്നാൽ അതേസമയം തന്നെ ഇത് ഇതിന്റെ സബ് ക്ലാസ് ആണ്, ഇതിന്റെ സബ് ക്ലാസ് ആണ്, ഇത് ഇതിന്റെ സബ് ക്ലാസ് ആണ്. ഇങ്ങനെ വരുമ്പം ഇത് ഹൈബ്രിഡ് എന്ന് പോലും പറയാൻ വയ്യാത്ത വിധം കോംപ്ലിക്കേഷൻ ആണ്. ഒരു നല്ല മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ വരണം. ഒരു എംപ്ലോയി എടുത്തു, അവിടുന്ന് രണ്ട് ഫുൾ ടൈം എംപ്ലോയി, പാർട്ട് ടൈം എംപ്ലോയി, മാനേജർ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ രണ്ടെടുത്തു, ഈ രണ്ടെണ്ണം കൂടെ വന്നിട്ട് പാർട്ട് ടൈം മാനേജർ. ഇങ്ങനെ വരുമ്പോൾ ഇത് നല്ലൊരു മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഇത് പവർഫുൾ ആണ്. മറ്റേതെന്ന് പറയുന്നത്, ആ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അതെപ്പോഴും പ്രോബ്ലം ആണ്. ഇതാണ് ജനറലൈസേഷൻ. ജനറലൈസേഷൻ എന്ന് പറയുമ്പം ഇവിടെ ഇത് സൂപ്പർ ക്ലാസ്. ഈ സൂപ്പർ ക്ലാസിന്റെ സബ് ക്ലാസ് ആയിട്ട് പീസ് ഓഫ് കാർഗോ, പീസ് ഓഫ് ലഗേജ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ സൂപ്പർ ക്ലാസ്സിനെ ഇതിന്റെ ജനറലൈസേഷൻ ആയിട്ട്, മനസ്സിലായോ? അതാണ് പറഞ്ഞത്, മുമ്പേ നമ്മൾ അതിനെ അഗ്രിഗേഷൻ പോലെ എടുത്തു, ഇവിടെ ജനറലൈസേഷൻ ആയിട്ട്. ഇത് സബ് ക്ലാസ് ആണ്, ഇത് ഇതിന്റെ ജനറലൈസേഷൻ ആസ്പെക്ട് ആണ്. ഇനി ഇതിനകത്തുള്ള ഒരു ടോപ്പിക്കാണ്, അത് ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് പോകുന്നില്ല, നിങ്ങളത് ഒന്ന് നോക്ക്. അതായത് ഈ ഇന്റഗ്രിറ്റി എന്ന് പറയും. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഡേറ്റ ഇൻപുട്ട് ചെയ്യുമ്പം ഇന്നതായിരിക്കണം കൊടുത്തിരിക്കേണ്ടത്, ഈ ഇന്ന വാല്യൂ കൊടുക്കണം. ദർ ഇസ് എ റേഞ്ച്, യു ക്യാൻ ഗീവ് വാല്യൂസ് ഓൺലി വിത്തിൻ ദാറ്റ് റേഞ്ച്. അതിനെയാണ് ഡൊമൈൻ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത്. 2-3 ഇന്റഗ്രിറ്റി പറയുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. റെഫറൻസ് ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞൊന്നും പറയുന്നുണ്ട് അതിനകത്ത്. പിന്നെ ഈ ഡൊമൈൻ ഇന്റഗ്രിറ്റി ആണ് ഞാൻ നോക്കിയിട്ട് അതിനകത്ത് ഒരു ചെറിയൊരു കാമ്പുള്ള ഇന്റഗ്രിറ്റി. അതായത് നിങ്ങൾ പറയും, ഇപ്പൊ ഇന്നലെ തന്നെ നമ്മൾ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നോക്കിയപ്പോൾ കണ്ടു,
അത് എല്ലായ്പ്പോഴും ഒരു ഇത് കണ്ടോ, അലോ ചെയ്യാവുന്ന ഡേറ്റ വാല്യൂ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 21. ഇപ്പൊ ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ആ ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉണ്ട്. അപ്പൊ ആ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് നമ്മളൊരു പ്രോഗ്രാം കണ്ടു. അതായത് പിന്നെ U+80 എന്ന് പറയുന്ന യു എന്ന് പറയുന്ന ഇതിന്റെ വാല്യൂ 10,000 കൂടുതലാണെന്നുണ്ടെങ്കിൽ എക്സെപ്ഷൻ കൊടുക്കാൻ പറ്റും. അതായത് ഇൻ ദാറ്റ് പെർട്ടിക്കുലർ പ്രോജക്ട് ദർ ഈസ് നോ നീഡ് ടു കമ്പ്യൂട്ട് എ വെലോസിറ്റി ഹൂസ് ഇനീഷ്യൽ വെലോസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ 10,000. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ 10,000 കൂടുതലുള്ള ആ കേസിൽ ഡൊമൈൻ ഇന്റഗ്രിറ്റി അനുസരിച്ച് നോക്കുമ്പോൾ ആ 10,000 കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അവിടാണ് നമ്മൾ ഈ അലവബിൾ ഇത് കൊടുക്കുന്നത്. ഇനി അഥവാ ഒബ്ജക്റ്റ് ഓറിയന്റഡ് അപ്രോച്ച് വളരെ പവർഫുൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് 10,000 കൂടുതൽ കൊടുത്താൽ പോലും എക്സെപ്ഷൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ ഡൊമൈൻ ഇന്റഗ്രിറ്റി കടന്നുപോയാൽ പോലും ഈ സാധനം എക്സെപ്ഷൻ ത്രോ ചെയ്യും. പിന്നെ ടു മച്ച് എക്സെപ്ഷൻസ് ത്രോ ചെയ്യുക എന്ന് പറയുന്നത് ഈസ് നോട്ട് എ ഗുഡ് പ്രാക്ടീസ്. അതാണ് ഇതിനകത്ത് വരുന്ന മെയിൻ കാര്യം. ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമ്മുടെ ആ ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇത് വെച്ച് ആ പ്രോഗ്രാംസ് കൂടെ ഒന്ന് ഇത് ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പൊ നമ്മൾ കണ്ട അബ്സ്ട്രാക്ട് ക്ലാസിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇതിനകത്ത്. അബ്സ്ട്രാക്ട് ക്ലാസ് ആയിട്ട് നമ്മൾ സർക്കിളിനെ പറഞ്ഞു. പിന്നെ സർക്കിളിനകത്ത് ദർ ഇസ് എ കൺസ്ട്രക്ടർ അല്ലെ, കൺസ്ട്രക്ടർ ഉണ്ട്. ഡബിൾ ഏരിയ എന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. സർക്കിളിനെ സംബന്ധിച്ച് ദാറ്റ് ഏരിയ ഈസ് മീനിങ് ഫുൾ. സർക്കിളിന് ഏരിയ ഉണ്ട്, പക്ഷെ സർക്കിളിന് വോളിയം ഉണ്ടോ? ഇല്ല. അപ്പൊ കണ്ടോ, അബ്സ്ട്രാക്ട് ഡബിൾ വോളിയം ഈ ഫംഗ്ഷൻ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ സെമിക്കോളം കൊടുത്തിരിക്കുകയാണ്. അതായത് വോളിയം എന്ന് പറയുന്നതിന് ദർ ഈസ് നോ മീനിങ് ഇൻ ക്ലാസ് സർക്കിൾ. കാരണം എന്താ, സർക്കിളിന് വോളിയം ഇല്ല. പക്ഷെ സിലിണ്ടർ എക്സ്റ്റെൻഡ് സർക്കിൾ. അപ്പം ഇപ്പം സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ് അബ്സ്ട്രാക്ട് ആണ്. വൈ? ഇൻ ഡബിൾ വോളിയം ദർ ഇസ് നോ ഡെഫിനിഷൻ, ഓൺലി ഡിക്ലറേഷൻ. ഇനി ക്ലാസ് സിലിണ്ടർ എക്സ്റ്റെൻഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ മസ്റ്റ് ആയിട്ടും വോളിയം ഡിഫൈൻ ചെയ്തിരിക്കണം. ഇതാണ് ഇവിടെ ആ ക്ലാസ്സിൽ വോളിയം ഡിഫൈൻ ചെയ്തു. ഈ വോളിയം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇൻഹെറിറ്റൻസ് നമ്മുടെ പ്രോജക്റ്റിൽ എന്തിനു യൂസ് ചെയ്യുന്നു. ഇതിപ്പോ ഒരു ചെറിയ എക്സാമ്പിൾ ആണ്. ഏരിയ ഫംഗ്ഷൻ നമ്മൾ മറ്റടുത്ത് കമ്പ്യൂട്ട് ചെയ്തു πr². നമ്മൾ ആ ഏരിയ ഫംഗ്ഷൻ ഇൻറ്റു എച്ച് എടുത്തിട്ട് ഇവിടെ വോളിയം കാണുക. അപ്പം ഏരിയ ഫംഗ്ഷൻ ഇൻറ്റു എച്ച് എടുത്തിട്ട് നമ്മൾ ഇവിടെ വോളിയം ഫംഗ്ഷൻ കണ്ടു. അപ്പം വോളിയത്തിനകത്ത് ഇതുണ്ട്. അപ്പൊ ഏരിയ ഫംഗ്ഷൻ അവിടെ ഉണ്ട്. ആ ഏരിയ ഫംഗ്ഷൻ ഇവിടെ എടുക്കാം. ഈ വോളിയം സപ്പോസ് ഇവിടെ ഡബിൾ വോളിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിരുന്നെങ്കിലോ ആ ക്ലാസ് അബ്സ്ട്രാക്ട് ആയി. അബ്സ്ട്രാക്ട് ആയാൽ എന്താ പ്രശ്നം? യു ക്യാൻ നോട്ട് ക്രിയേറ്റ് ആൻ ഒബ്ജക്ട് ഓഫ് ആൻ അബ്സ്ട്രാക്ട് ക്ലാസ്. ഇതേപോലെ തന്നെ നോക്കുക, ക്ലാസ് കോൺ എക്സ്റ്റെൻഡ് സിലിണ്ടർ. അപ്പം മുകളിൽ ഇൻഡ് ആർ കോമ എച്ച് ആർ സർക്കിളിൽ ഉണ്ടായിരുന്നു, എച്ച് സിലിണ്ടറിലുണ്ടായിരുന്നു. കോണിൽ ആറും എച്ചും ഉണ്ട്, പക്ഷെ രണ്ടും പറയേണ്ട കാര്യമില്ല, അത് രണ്ടും മേളിൽ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ എ ബി എന്ന് പറഞ്ഞു. അവിടെയും ഡബിൾ വോളിയം നിങ്ങൾ ഡിഫൈൻ ചെയ്തു. ഇതാണ് ഇന്റർഫേസ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഇപ്പൊ ഒരു ഇന്റർഫേസ് വോളിയം, ഇന്റർഫേസ് രണ്ട് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുക. രണ്ട് ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യുക, ഇന്റർഫേസ് ഏരിയയും ഇന്റർഫേസ് വോളിയം.
അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ക്ലാസ് സിലിണ്ടറിൽ ഇത് രണ്ടും നോക്കി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയല്ല, ഏരിയയും വോളിയവും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുക. ഇതാണ് ഞാൻ പറഞ്ഞ ഇൻഡയറക്റ്റ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. ഡയറക്റ്റ് ആയിട്ട് ഇല്ല, പകരം എന്താണ് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അതായത് ഈ രണ്ട് ഇന്റർഫേസിനെ നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് വന്നു. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഏറെക്കുറെ രണ്ട് ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സിൽ കൂടെ. അപ്പൊ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സിലേക്ക് രണ്ട് ബേസ് ക്ലാസ് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിനെ ഇവിടെ കൊണ്ടു. ഇവിടെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മൈ പാക്കേജ് എന്നൊരു പാക്കേജ് ക്രിയേറ്റ് ചെയ്തു. അവിടെ സിലിണ്ടർ എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊണ്ടുവന്നു. അത് ഡിക്ലെയർ ചെയ്തു. ശ്രദ്ധിക്കുക, ഡിക്ലെയർ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് കമ്പൈൽ ചെയ്യും. കാരണം ഇതിന് ദർ ഇസ് നോ ഔട്ട്പുട്ട് ഫോർ ദിസ് ക്ലാസ്. യു കനോട്ട് റൺ ചെയ്യാം, ജാവാസി കൊടുത്ത് റൺ ചെയ്യാം. ഇറ്റ് വിൽ നോട്ട് ഗിവ് എനി ഔട്ട്പുട്ട്, കാരണം ഇതിന് ഔട്ട്പുട്ട് ഇല്ല. അതുപോലെ തന്നെ യു ഹാവ് ക്രിയേറ്റഡ് അനദർ ക്ലാസ്, പബ്ലിക് ക്ലാസ് കോൺ. നോക്കിയാൽ വിസിബിലിറ്റി നോക്കി, പബ്ലിക്. ഇത് നമ്മൾ മറ്റടുത്ത് കൊടുക്കുകയാണെങ്കിൽ എന്ത് സിമ്പിൾ കൊടുക്കണം? ഡയഗ്രാമിൽ ഇത് വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ വരച്ചു നോക്കണം. ഡയഗ്രാമിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് സിമ്പിൾ ഇപ്പുറത്തിട്ട് കൊടുക്കണം ഡയഗ്രാമിൽ. അപ്പൊ ഇവിടെ പ്ലസ് കോൺ എന്ന് കൊടുത്താൽ മതി, പ്ലസ് ക്ലാസ് കോൺ എന്ന് കൊടുക്കുക. എന്നിട്ട് ഇപ്പൊ ഇതിലെ ഡേറ്റ മെമ്പേഴ്സ് ബൈ ഡീഫോൾട്ട് ഇതെല്ലാം ഡേറ്റയാണ്. അപ്പം ഒരു പ്രശ്നമുള്ളത് പാക്കേജിനകത്ത് പറയുമ്പോൾ പബ്ലിക് എന്ന് കൊടുക്കണം. എന്നിട്ട് അതിന്റെ കൺസ്ട്രക്ടർ പറഞ്ഞു നോ. ഇതേപോലെ അടുത്ത ക്ലാസ് കോണ് ക്രിയേറ്റ് ചെയ്തു, അതും കഴിഞ്ഞു. ഇത് രണ്ടും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ശ്രദ്ധിച്ചോണം, ഈ ക്ലാസ്സുകളുടെ ഒക്കെ മുകളിലായിട്ട് നമ്മൾ മൈ പാക്കേജ് എന്ന് കൊടുത്തു. ഇത് രണ്ട് ഫയലാണ്, പാക്കേജ് മൈ പാക്കേജ്. ഒരെണ്ണം എഴുതി ക്ലോസ് ചെയ്തു, കമ്പൈൽ ചെയ്യണം. ഒരെണ്ണം എഴുതി ക്ലോസ് ചെയ്തു, കമ്പൈൽ ചെയ്തു. അതുപോലെ മറ്റൊരെണ്ണം എഴുതി ക്ലോസ് ചെയ്തു, കമ്പൈൽ ചെയ്തു. രണ്ടെണ്ണം. ഈ രണ്ടെണ്ണം ഇവിടെ ഉണ്ട് മൈ പാക്കേജിൽ. ഇനി ഈ മൈ പാക്കേജിനെ യു ആർ ഗോയിങ് ടു ഇമ്പോർട്ട്. അതാണ് ഇന്നലെ നമ്മൾ ആ ബുക്കിൽ കണ്ട ഇമ്പോർട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. import my package. ഇപ്പൊ ഇതിനകത്ത് യു ക്യാൻ ഡിഫൈൻ ദ ഒബ്ജക്റ്റ് ഓഫ് ദാറ്റ് ക്ലാസ്സസ്. സിലിണ്ടർ കോൺ ഈ പറയുന്ന ക്ലാസ്സസിനെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ഇങ്ങനെയാണ് പാക്കേജിന്റെയും ഇന്റർഫേസിന്റെയും വർക്ക് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഇത് എക്സെപ്ഷൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞു. അതിനി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണേണ്ടി വരും. മൾട്ടി ത്രെഡിങ് ഞാൻ ഇന്നലെ പറഞ്ഞു. ഇതാണ് ഈവന്റിനെ പറ്റിയുള്ള കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ ആക്ഷൻ ഈവന്റ് ഇ എന്ന് പറഞ്ഞു കൊടുത്തു. ഇതാണ് നമ്മൾ ഈവന്റ് എന്ന് പറഞ്ഞ് നമ്മൾ തിയറി പഠിക്കുന്ന സാധനം ഇത് തന്നെയാണ്. അപ്പൊ ഈ ഈവന്റ് കൊടുത്തു, ആക്ഷൻ പെർഫോംഡ് കൊടുത്തു. അപ്പൊ ഇത് നമ്മൾ സാധാരണ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു, അതിനകത്ത് ഇന്ന ഈവന്റ് ഉള്ളതും മാത്രം പറയും. ഏത് സ്റ്റാറ്റിക് ഡയഗ്രാം. ഡൈനാമിക് ഡയഗ്രാമിൽ അത് കാണിക്കും ഇന്ന ഈവന്റ് വരുമ്പോൾ എന്ത് സംഭവിക്കും. അതായത് ഇപ്പൊ ഈ ഈവന്റ് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓരോരോ ഷേപ്പുകൾ ഡ്രോ ചെയ്യാണ്. അപ്പം അങ്ങനെ ഡ്രോ ചെയ്യുന്നതിന് വെച്ചിട്ട് അങ്ങനെ വരയ്ക്കുമ്പോഴത്തേനാണ് അത് ഡൈനാമിക് പിക്ചറായി മാറുന്നത്. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നമുക്ക് സിമ്പിൾസ് ഇതെല്ലാം കണ്ടതിന്റെ ബേസിൽ നമുക്ക് എന്താ പറയണ്ടേ,
ആ സിമ്പിൾസ് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഇത് കൃത്യമായിട്ട് ഇത് ഓർത്തിരിക്കുക. കമ്പോണന്റ് ഈ കമ്പോണന്റ് ആണ്. അതുപോലെ തന്നെ ഇത് ഇതിനകത്ത് എന്താ പറയണ്ടേ, ഈ കമ്പോണന്റ് ഡയഗ്രാമിനകത്തുള്ള ഇതാണ്. ഇത് തമ്മിൽ ഇതിനകത്ത് ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നു. കണക്ടേഴ്സ് ഉണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ ഇന്റർഫേസിന്റെ സിമ്പൽ, ഇന്റർഫേസ് കമ്പോണന്റ് തമ്മിലുള്ള ഇന്റർഫേസ് ആണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ലൈബ്രറി, ഇങ്ങനത്തെ കാര്യം. ഇനി നമുക്ക് ക്ലാസിന്റെ ലാസ്റ്റത്തെ ഇത് കൂടെ ഒന്ന് നോക്കാം. ഗൂഗിൾ സ്ലൈഡ്സ്. ഇത് അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ അബ്സ്ട്രാക്ട് ക്ലാസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതുണ്ട്. ആ അബ്സ്ട്രാക്ട് ക്ലാസിന്റെ ഒന്നുകൂടെ ഒരു ഇതാണ്. അപ്പൊ ഇത് നോക്കുക. നമ്മൾ കണ്ടതാണ് ഷേപ്പ്, സർക്കിള്, റെക്റ്റാങ്കിൾ, ഇങ്ങനെ പറഞ്ഞു. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ്, അതുപോലെ എംപ്ലോയി, ഇങ്ങനെയുള്ള ഡേറ്റ ടൈപ്പ്, ഇൻഹെറിറ്റൻസ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. നമുക്ക് നിങ്ങളുടെ ആ നോട്ട് ഒന്ന് ഓടിച്ച് നോക്കാം. ഇത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ഒരുവിധമുള്ള ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ആസ്പെക്ട് ഓഫ് ആർക്കിടെക്ചറൽ മോഡലിംഗ്, പിന്നെ ഇതാണ് പറഞ്ഞ മുമ്പേ ഒരു ഫിഗർ കാണിച്ചത്. ആ ഫിഗർ കാണിച്ചത് ലോജിക്കൽ സ്ട്രക്ചറിന്റെ ഫിഗറാണ്. പിന്നെ അതിന്റെ ഒരു ഒരു മറ്റേ ഫിഗർ, ബാങ്ക്, ബ്രാഞ്ച്, ഇങ്ങനത്തെ ഫിഗർ. ഇത് നോട്ട് നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക ഈ കാര്യങ്ങള്. പിന്നെ ബാങ്കിങ് സിസ്റ്റം ഒക്കെ നമ്മൾ വേറെ ATM ഒക്കെ നമ്മൾ കണ്ടു. ഇതാണ് ഇതുണ്ട്. ഇത് നോഡാണ്, ഇത് നോഡാണ്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, കണക്ഷൻ ഉണ്ട്. ഈ നോഡ് എന്ന് പറയുന്നത് സെർവർ ആകാം, കമ്പ്യൂട്ടർ ആകാം, പ്രിന്റർ ആകാം, മെമ്മറി, എന്തെങ്കിലും ഒരു ഹാർഡ്വെയർ
ജനറൽ ആയിട്ട് പറയുമ്പം ഒരു മെമ്മറി വേണമെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇത് ഒരു ഇത് ഇൻഹെറിറ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിരിക്കുന്ന ഒരു ഡയഗ്രാം. ഒരു ഹൗസ് എടുത്തിട്ട് ഈ ഹൗസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ് ആയിട്ട് വരുന്നു. ഇത് റൂഫ്, 2 റൂഫ് വന്നു, ഈ റൂഫിലേക്ക് ഡോർ കൊടുത്തു. അപ്പോൾ ശ്രദ്ധിക്കാം, ഇതിപ്പോ ഒരു ഹയറാർക്കി ഇൻഹെറിറ്റൻസ്, ഇതും ഹയറാർക്കി ഇൻഹെറിറ്റൻസ്, ഇത് 3 കൂടെ ഇവിടെ ഹയറാർക്കി ആയിട്ട് വന്നു. ഇത് പക്ഷേ ഇത് ടോട്ടൽ എടുക്കുമ്പോൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഇത് ബേസ് ക്ലാസ്, ഇത് 3 ഹയറാർക്കി, ഇത് ഹയറാർക്കി ഇൻഹെറിറ്റൻസ്, ഇതും ഹയറാർക്കി ഇൻഹെറിറ്റൻസ്. പക്ഷെ ഈ 2 ഹയറാർക്കി ഇൻഹെറിറ്റൻസ് സെപ്പറേറ്റ് വരുന്നോണ്ട് ഇതിനെ നമ്മൾ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് എന്ന് പറയും. നല്ലൊരു എക്സാമ്പിൾ ആണ്. ഷേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് പറയുന്നു. ഷേപ്പിനകത്ത് ശ്രദ്ധിക്കുക, ഈ ഓറഞ്ച് എന്ന് പറയുന്നത് അതിനകത്ത് മൈനസ് ഇട്ടിരിക്കുക. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? ആ പെർട്ടിക്കുലർ ക്ലാസ്സിൽ ദാറ്റ് ഡേറ്റ മെമ്പേഴ്സ് ആർ പ്രൈവറ്റ്, അറ്റ് ദ സെയിം ടൈം ദീസ് ഫങ്ഷൻസ് ആർ പബ്ലിക്. എന്നിട്ട് ഇതിനെ വേണമെങ്കിൽ ഒരു ജനറലൈസേഷൻ എന്ന് പറയാം, അല്ലെ അഗ്രിഗേഷൻ എന്ന് പറയാം. ഇതിപ്പം ഇത് അബ്സ്ട്രാക്ട് ആൻഡ് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഷേപ്പിനെ സംബന്ധിച്ച് ഡ്രോ ചെയ്യുക എന്ന് പറയുന്ന മെത്തേഡിന്, റീസൈസ് ചെയ്യുക എന്ന് പറയുന്ന മെത്തേഡിന്, മൂവ് ചെയ്യുക എന്ന് പറയുന്ന മെത്തേഡിന് ആക്ച്വലി അതിന് നോ മീനിങ് ഒന്നുമില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ വരുമ്പോഴത്തേന് ക്ലാസ് റെക്ടാംഗിളിൽ ഡ്രോ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് റെക്ടാംഗിളിൽ ഡ്രോ കൊടുത്തിട്ടുള്ളപ്പം ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു പ്രോജക്റ്റ് ചെയ്യുമ്പം ഇവിടെ ഡ്രോ മെത്തേഡ് ഉണ്ട്. പക്ഷെ ഈ 2 മെത്തേഡും ഇപ്പൊ ഈ റെക്ടാംഗിളിനകത്ത് ഡ്രോ ഉണ്ട്, മൂവ് റീസൈസും ഇല്ല എന്ന് വിചാരിച്ചു. വാട്ട് വിൽ യു ഡു? അതായത് യു ജസ്റ്റ് സ്റ്റാർട്ട് ദ ഫങ്ഷൻ ആൻഡ് ക്ലോസ് ഇറ്റ്. മനസ്സിലായി? കാരണം ദാറ്റ് ഫങ്ഷൻ ഹാസ് നോ മീനിങ് ഫോർ ദാറ്റ് പെർട്ടിക്കുലർ ക്ലാസ്. അപ്പം ജസ്റ്റ് ഓപ്പൺ ദ ഫങ്ഷൻ ആൻഡ് ക്ലോസ് ഇറ്റ്. അതായത് യു പ്രൊവൈഡ് എ ബോഡി ഫോർ ദാറ്റ്. അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദിസ് റെക്ടാംഗിൾ വിൽ ബിക്കം അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ യു കനോട്ട് ഡിഫൈൻ ഇറ്റ്സ് ഒബ്ജക്റ്റ്. ഇതുപോലെ തന്നെ പോളിഗണിൽ ഡ്രോ ഫംഗ്ഷനിൽ യു ജസ്റ്റ് ഡ്രോ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുക, മറ്റ് 2 മെത്തേഡ്സും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇതുപോലെ തന്നെ ഇവിടെ വേണ്ട ഫംഗ്ഷൻ അവിടെ ഡ്രോ ആണ് കൊടുത്തിരിക്കുന്നത്, ഡ്രോ കൊടുക്കുക, മറ്റേത് 2 ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തില്ല എങ്കിൽ ഈ എൻറ്റയർ മൊഡ്യൂളും പിന്നെ പ്രശ്നമാണ്. കാരണം മറ്റേടത്തൊന്നും നിങ്ങൾക്ക് ക്ലാസ് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്ലാറ്റ്ഫോം കൊണ്ട് നിങ്ങൾക്കൊരു ഇത് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ബി തറോ വിത്ത് ദ തിയറി. ഈ തിയറി അറിഞ്ഞെങ്കിൽ മാത്രമേ, ഇപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രാം തിയറി അറിയാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറ്റില്ല. കാരണം ഇങ്ങനെ ഒരു ഡയഗ്രാം വരച്ചാൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യും? ഇപ്പൊ ഇങ്ങനെ ഒരു ഡയഗ്രാം കാണിച്ചിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറയുന്നു എന്ന് വിചാരിച്ചു. ഇങ്ങനെ ഒരു ഡയഗ്രാം കാണിച്ചിട്ട് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആള് ഡ്രോ എല്ലാം എഴുതി എന്നിട്ട് ക്ലാസ്സും ക്ലോസ് ചെയ്തു എന്ന് വിചാരിച്ചു. ആ മൊഡ്യൂൾ വർക്ക് ചെയ്യല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂവും റീസൈസും മീനിങ് ഒന്നും ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് ക്ലോസ് ചെയ്യണം. അതിപ്പോ നിങ്ങൾക്ക് അതിന്റെ ഇപ്പം എക്സാമ്പിൾ സമയമില്ലാത്തതുകൊണ്ടാണ് എക്സാമ്പിൾ കാണിക്കുന്നത്. നിങ്ങൾ ഈ മൗസ് ലിസണർ, മൗസ് കൊണ്ട് നിങ്ങൾ പിക്ചർ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മൗസ് കൊണ്ട് പിക്ചർ വരയ്ക്കുന്ന സമയത്ത് യു സ്റ്റാർട്ട്, ഇപ്പൊ മൗസ് മൂവിന് ഉണ്ട്. മൗസ് മൂവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം മൂവ് ചെയ്യണമെന്ന് നിങ്ങൾ പറയാം. അപ്പൊ മൗസ് മൂവിന് എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ കോഡ് എഴുതും. പക്ഷേ അതേസമയം തന്നെ മൗസ് പ്രസ്സിന് നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. അതായത് ഒരു കീബോർഡ് അല്ലെങ്കിൽ സോറി ഒരു സ്ക്രീനിൽ കൂടെ മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ആ മൂവ് ചെയ്യുന്ന പോയിന്റ്സിൽ ഒരു ഫേസ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ആ മൗസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു ഫ്ലാഗ് മൂവ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ആ ഫ്ലാഗ് മൂവ് ചെയ്യാനുള്ള ഇപ്പൊ എന്താ പറയണ്ടേ, ഡ്രോ ഫ്ലാഗ് എന്നിട്ട് അതിന്റെ ആ X1 Y1 ആ കോർഡിനേറ്റ് കൊടുത്തു, X1 Y1 വേരി ചെയ്തുകൊണ്ടിരിക്കും.
എന്നാൽ നേരെ മറിച്ച് മൗസ് ക്ലിക്ക് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് ഒന്നും എഴുതാം. മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യണ്ട. പക്ഷെ ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാലും യു കനോട്ട് മേക്ക് ഇറ്റ് നൾ. അതായത് എംപ്റ്റി ആയിട്ട് അത് ഇടാൻ പറ്റില്ല. കാരണം നിങ്ങൾ മൗസ് ലിസണർ ഇംപ്ലിമെന്റ് ചെയ്തില്ലേ. മൗസ് ലിസണർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു റീഡിഫൈൻ മൗസ് ക്ലിക്ക് ഇവന്റ് ഓൾസോ. ഞാൻ പറഞ്ഞ ഐഡിയ മനസ്സിലായോ? ആ മെത്തേഡും യു ഹാവ് ടു സ്റ്റാർട്ട് ആൻഡ് ക്ലോസ്. അപ്പൊ കമ്പൈലർ വിചാരിക്കുന്നത് എന്താ, അത് ഡിഫൈൻ ചെയ്തിട്ട് വേറെ പെർട്ടിക്കുലർ മീനിങ് ഒന്നും ഇല്ല. അപ്പൊ ഇവിടെ അത് തന്നെ സംഭവിക്കും. ഇപ്പൊ പോളിഗണിൽ ഡ്രോ ഉണ്ട്, അത് എനിക്ക് പ്ലസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് ആണ്, ഓക്കെ, അത് പബ്ലിക് കൊടുത്തേ പറ്റൂ. അതുകൊണ്ടാണ് പോളിഗൺ ഡ്രോ ചെയ്യുന്ന ഒരു എൻഡ് യൂസർ ആയിരിക്കുമല്ലോ, അപ്പൊ അത് പബ്ലിക് ആയിട്ട് കൊടുത്തേ പറ്റുള്ളൂ. ബട്ട് യു ഹാവ് ടു റീഡിഫൈൻ ദാറ്റ് മൂവ്, റീസൈസ്, ഈ രണ്ടെണ്ണവും നിങ്ങൾക്ക് റീഡിഫൈൻ ചെയ്യാം. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ തിയറി യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ തിയറി വെൽ ഇഫ് യു വാണ്ട് ടു ഡെവലപ്പ് ദ പ്രോജക്ട്. ഇവിടെ ജനറലൈസേഷനെ പറ്റി പറയുന്നത് അല്ല, ജനറലൈസേഷൻ ഇപ്പൊ എംപ്ലോയി എന്ന് പറയുന്നത് ഇത് രണ്ടിന്റെയും ജനറലൈസ്. കാരണം എന്താണ്, എംപ്ലോയിയില് ഈ സാലറിയുടെ വർക്കറിലും മറ്റേ വർക്കറിലും റോൾ നമ്പറും ഒരുപക്ഷെ നെയിമും കാണും. പക്ഷേ സാലറിയുടെ വർക്കറിലുള്ള വേറെ ഡേറ്റ കാണും, മറ്റടുത്ത് വേറെ ഡേറ്റയും കാണും. അത് പ്രശ്നമില്ല. കോമൺ ആയിട്ട് ഈ വാട്ട് ഈസ് കോമൺ വിത്ത് ദീസ് ഫോർ ഡിറൈവ്ഡ് ക്ലാസ്സസ് ദാറ്റ് മസ്റ്റ് ബി റെപ്രസെന്റഡ് ഇൻ ദ ബേസ് ക്ലാസ്. ഇതിവിടെയാണ് ജനറലൈസേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്. ഇതാണ് വെബ് സെർവർ കൊടുത്തിരിക്കുന്നത്. വെബ് സെർവർ എന്ന് പറയുന്നത് സംശയിക്കാനൊന്നുമില്ല, ദാറ്റ് വിൽ ബി എ നോഡ് അല്ലേ. അതൊരു വെബ് സെർവർ എന്ന് പറയുന്നത് ഒരു നോഡായിരിക്കും. അത് സിമിലർലി ക്ലയന്റ് കൺസോൾ ഈസ് എ നോഡ്. അപ്പൊ ഇത് തമ്മിൽ ഇതിൻ്റെ ഒരു പോർട്ട്, ഈ പോർട്ട് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാനുള്ള, ഈ പോർട്ടിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു കണക്ടറും. അപ്പൊ അതായത് ഒരു നോഡ് എക്സ്റ്റേണൽ എൻറ്റിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഇതാണ് പോർട്ട്. പോർട്ട് എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ വിസിബിലിറ്റി പബ്ലിക് ആയിരിക്കും. ഒരു പോർട്ടിന്റെ വിസിബിലിറ്റി എപ്പോഴും പബ്ലിക് ആയിരിക്കും. ഇപ്പൊ ഒരു ഇൻഹെറിറ്റൻസ് ആണ്, അതാകെ മറ്റേ തിയറി എല്ലാം കൂടെ കൂട്ടി എഴുതിയിരിക്കുന്നതുകൊണ്ട് കാണാത്തതാണ്. അതായത് ഇത് ശ്രദ്ധിക്കുക, ഇത് സാധനം വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ബേസ് ക്ലാസ്, കാർഗോ വെഹിക്കിൾ, പാസഞ്ചർ വെഹിക്കിൾ, ഇത് രണ്ടെണ്ണം യു ആർ ഗോയിങ് ടു ഡിറൈവ് കാർഗോ ആൻഡ് പാസഞ്ചർ ഫ്രം വെഹിക്കിൾ. അപ്പൊ എന്താന്ന് വെച്ചാല് കാർഗോ വെഹിക്കിളിലും പാസഞ്ചർ വെഹിക്കിളും വാട്ട് എവർ മേ ബി ദ കോമൺ എലമെന്റ്സ് യു ഹാവ് ടു റെപ്രസെന്റ് ഇറ്റ് ഇൻ വെഹിക്കിൾ. അതാണ് ജനറലൈസേഷൻ. എന്നിട്ട് ഈ രണ്ടെണ്ണം ഇപ്പൊ ഇത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വാന്, കാർഗോ ഷോപ്പ് ഇങ്ങനെയെല്ലാം കണക്ട് ചെയ്തിരിക്കുക. എന്നിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇവിടുന്ന് രണ്ട് ഡിറൈവ്ഡ് ക്ലാസ്സും കൊണ്ടുവന്നിരിക്കുക. അപ്പം ഇപ്പൊ ഇവിടെ ഒരു പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് വന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ അത് അത്ര പ്രശ്നമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെതായ പ്രോബ്ലം അവിടെ വരുന്നില്ല. പക്ഷെ മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന്റെ പ്രോബ്ലം അവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും അതൊരു ഇതാണ്.
മൊബിലിറ്റി കൺസ്ട്രെയിന്റ് ഞാൻ പറഞ്ഞ സംഭവം തന്നെ. അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഇത് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കാം. അപ്പോൾ ഇപ്പൊ ഇന്ന് നമ്മൾ നോക്കിയ സമയം എന്ന് പറഞ്ഞാൽ ആർക്കിടെക്ചറൽ മോഡലിങ്ങും ഒബ്ജക്ട് മോഡലിംഗ്. ആർക്കിടെക്ചറൽ മോഡലിംഗില് നമ്മൾ ഇതുവരെയുള്ള എല്ലാ ഡയഗ്രാംസും വരും. ഒബ്ജക്ട് മോഡലിംഗില് ഒബ്ജക്റ്റിനെ പറ്റിയുള്ള എല്ലാ കൺസെപ്റ്റും വരും. ആർക്കിടെക്ചറൽ മോഡലിംഗില് you are going to use activity diagram, sequence diagram, then collaboration diagram, use case, in interaction diagram, interaction. Interaction diagram, interaction means message passing between objects. Interaction diagram represents message passing. Activity diagram you represent classes with their objects and association. Use case shows the dynamic behavior. ഇതാണ് ബിഹേവിയർ മോഡലില് ഡൈനാമിക് ബിഹേവിയർ കാണിക്കുന്നില്ല, ഇന്റേണൽ ലോജിക്ക് മാത്രം കാണിക്കും. ഇതിനൊക്കെ മുമ്പ് ആദ്യം നമ്മൾ എടുത്തതായിട്ടുള്ള അപ്പം രണ്ട് ഇത് വന്നത് ആ സ്ട്രക്ചറൽ മോഡലിംഗില് ജസ്റ്റ് യു ഷോ ദ സ്ട്രക്ചർ. ആ സ്ട്രക്ചർ മാത്രം. ക്ലാസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ക്ലാസ്സിലെ ഡേറ്റ മെമ്പേഴ്സിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, ഫങ്ഷൻസിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷന് നിങ്ങൾ പ്ലസ് എന്ന് കൊടുത്തു, മറ്റേതിന് മൈനസ് എന്ന് കൊടുത്തു. അപ്പൊ ഇങ്ങനെയുള്ള ഡയഗ്രാംസ് കംപ്ലീറ്റ് ആർക്കിടെക്ചറിൽ ഇത് വരുന്നുണ്ട്. പ്ലസ് നോഡിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഉണ്ട്, പോർട്ടിനെ പറ്റിയുള്ള കൺസെപ്റ്റ് ഉണ്ട്, കണക്ടറെ പറ്റിയുള്ള കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ നോഡ്, പോർട്ട്, കണക്ടർ, കമ്പോണന്റ്, ഈ ഇന്റർഫേസ്. നോഡ്, പോർട്ട്, കണക്ട്, കമ്പോണന്റ്, ഇന്റർഫേസ്. പിന്നെ ലോജിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്, ഫങ്ഷണൽ റെപ്രസെന്റേഷൻ ഉണ്ട്, സ്റ്റാറ്റിക് റെപ്രസെന്റേഷൻ ഉണ്ട്, നോൺ ഫങ്ഷണൽ റെപ്രസെന്റേഷൻ ഉണ്ട്. സ്റ്റാറ്റിക് റെപ്രസെന്റേഷനിലെ ക്ലാസസ് ആൻഡ് ഒബ്ജക്ട്സ് അവ തമ്മിലുള്ള റിലേഷൻ അത്രയേ ഉള്ളൂ. എന്നാൽ സ്റ്റാറ്റിക് റെപ്രസെന്റേഷൻ ഉണ്ട്. ഫങ്ഷണൽ റെപ്രസെന്റേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെ പറ്റിയുള്ള, എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത സോഫ്റ്റ്വെയർ അല്ല, സപ്പോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അത് നമ്മുടെ പ്രോഗ്രാമിനെ എങ്ങനെ ബാധിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഫങ്ഷണൽ. നോൺ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ്, നമ്മുടെ സർവീസ്, ക്ലയൻസിന് നമ്മുടെ സർവീസ് അതിനെ പറ്റിയുള്ള, അത് ക്വാണ്ടിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടും. അപ്പം സ്ട്രക്ചർ ഉണ്ട്, ഫങ്ഷൻ ഉണ്ട്, നോൺ ഫങ്ഷൻ ഉണ്ട്, ലോജിക്കൽ, ഇത്രയും റെപ്രസെന്റേഷൻ. അപ്പൊ ഇത്രയും റെപ്രസെന്റേഷനോട് കൂടി വരയ്ക്കുക. പിന്നെ ഇതിനകത്ത് വരുന്നതാണ് കമ്പോണന്റ്, ഇന്റർഫേസ്, നോഡ്, കമ്പോണന്റ് വരുന്നുണ്ട്, ഇന്റർഫേസ് വരുന്നുണ്ട്, നോഡ് വരുന്നുണ്ട്, പിന്നെ കണക്ടർ വരുന്നുണ്ട്. കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കമ്പോണന്റ് ടൈറ്റ്ലി കപ്പിൾഡ് ക്ലാസ്സസ് ആണ്. പക്ഷെ ഈ കമ്പോണൻസ് ആർ ലൂസ്ലി കപ്പിൾഡ്. അത് ശ്രദ്ധിച്ചോണം. ഈ കമ്പോണന്റിനകത്ത് ദേ ആർ ടൈറ്റ്ലി കപ്പിൾഡ് ക്ലാസ്സസ്. എങ്ങനെ ടൈറ്റ്ലി കപ്പിൾഡ് ആയി? ദേ യൂസ് ദി ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ആണ് ഈ കമ്പോണൻസിനെ ടൈറ്റ്ലി കപ്പിൾഡ് ആക്കാൻ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ മെക്കാനിസം. ഈ ഇൻഹെറിറ്റൻസിനകത്ത് വരുന്നതാണ് ഇന്റർഫേസ്. അതായത് ഡയറക്റ്റ് ആയിട്ട്, ഇഫ് യു കനോട്ട് ഗീവ് ഡയറക്റ്റ് ഇൻഹെറിറ്റൻസ്, യു യൂസ് ഇന്റർഫേസ്. അപ്പൊ ഇതെല്ലാം കൂടെ യൂസ് ചെയ്ത് ടൈറ്റ്ലി കപ്പിൾഡ് ആയിട്ടുള്ള കമ്പോണൻസ്. ഈ ടൈറ്റ്ലി കപ്പിൾഡ് ആയിട്ടുള്ള കമ്പോണൻസ് പിന്നെ ലൂസ് ആയിട്ട് കണക്ട് ചെയ്യും. മനസ്സിലായി? ഇവയെ തമ്മിൽ കണക്ട് ചെയ്യുന്നതിനിടയ്ക്ക് ഇന്റർഫേസ് വെച്ചു. ഇതാണ് അതിന്റെ ഐഡിയ. അതുപോലെ തന്നെ നോഡ് എന്ന് പറയുന്നത് ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. നോഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ എൻറ്റിറ്റിയാണ്. ഫിസിക്കൽ എൻറ്റിറ്റി ആയിട്ടുള്ള നോഡ്, ഫോർ എക്സാമ്പിൾ നമ്മുടെ കമ്പ്യൂട്ടർ പ്രോസസ്സർ, റൗട്ടർ, ഇതെല്ലാം നോഡാണ്. ഈ നോഡിനെ എക്സ്റ്റേണൽ വേൾഡുമായിട്ട് ഇന്ററാക്ട് യൂസിങ് പോർട്ട്. ഈ പോർട്ടിനെ കണക്ട് ചെയ്യാനുള്ളതാണ് കണക്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, ഇതിന്റെ സിമ്പിൾസും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ, പിന്നെ ഈ രണ്ടെണ്ണം എളുപ്പമാണ്. അപ്പൊ ഇതിനകത്ത് പ്രധാനമായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം. കമ്പോണന്റ് എന്താണ്, നോഡ് എന്താണ്, പോർട്ട് എന്താണ്, കണക്ടർ എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഇന്റർഫേസ് ഇവിടെ യൂസ് ചെയ്യുന്നതിന്റെ മീനിങ് എന്താണ്, മനസ്സിലായി? പിന്നെ ജനറലൈസേഷൻ എന്താണ്, സ്പെഷ്യലൈസേഷൻ എന്താണ്, ഈ ക്ലാസ്സുകൾ തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിരിക്കും. ഇന്റർഫേസിന്റെ രണ്ട് സമയത്തെ മീനിങ് ഉണ്ട്. സംടൈംസ് ഇറ്റ് ഈസ് എന്താ പറയണ്ടേ, നെയിംഡ് ഓപ്പറേഷൻസ് ആണ്.
സംടൈംസ് ഇറ്റ് ഗീവ്സ് ഇന്റർഫേസ് ബിറ്റ്വീൻ കമ്പോണൻസ്. അത് നമ്മൾ ആ സിറ്റുവേഷൻ വെച്ചിട്ട് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പം ഇൻഹെറിറ്റൻസ് മനസ്സിലാക്കുക, ഒബ്ജക്റ്റ് മനസ്സിലാക്കുക, മെസ്സേജിങ് മനസ്സിലാക്കുക, ഈ മെസ്സേജ് തമ്മിലുള്ള പാസിങ്ങിന് നമ്മൾ വരയ്ക്കുന്ന ഡയഗ്രാംസ്. പറഞ്ഞ പോലെ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ പഴയ മൊഡ്യൂൾസ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇവിടെ എന്താ പറയണ്ടേ, ഇന്ററാക്ഷൻ ഡയഗ്രാമാണ്. പിന്നെ ആക്ടിവിറ്റി ഡയഗ്രാം, അതുപോലെ തന്നെ യൂസ് കേസ് ഡയഗ്രാം, ഈ കാര്യങ്ങൾ. ഓക്കെ.